ആഘോഷങ്ങൾ നടക്കാറുണ്ട്. നയനാനന്ദകരമായ വർണ്ണശബളമായ കാഴ്ചകള് ഈ കൊട്ടാരത്തിന്റെ അകത്ത് കൊടുമ്പിരി കൊള്ളാറുണ്ട് പലപ്പോഴും. ആ സമയത്തൊന്നും ഞാനവിടെ എന്റെ ഭാര്യയെ കണ്ടിട്ടില്ല. ഒരിക്കൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിച്ചു, പെണ്ണേ, ഈ കൊട്ടാരത്തിന്റെ അകത്ത് തോഴിമാര് ഉല്ലസിക്കുമ്പോൾ, ഈ കൊട്ടാരത്തിന്റെ അകത്ത് ആഘോഷം നടക്കുമ്പോൾ, ഈ കൊട്ടാരത്തിന്റെ അകത്ത് ഉത്സവത്തിന്റെ പ്രതീതി തീർക്കുമ്പോൾ എന്തുകൊണ്ടാണ് നീ മാത്രം മാറിയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ പ്രിയപ്പെട്ടവള് കണ്ണുനീരോടെ പറഞ്ഞു കൊടുത്തരെന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട രാജാവേ, എനിക്ക് അല്ലാഹു തരുന്ന ആട്ടവും പാട്ടും ഒക്കെ സ്വർഗത്തിലാണ്. ഇത് നശ്വരമല്ലേ? ഒരു സെക്കൻഡ് കൊണ്ട് അവസാനിക്കുന്ന ഭൗതിക ലോകത്തിൽ എന്ത് ആനന്ദമാണ്! ഒരു സെക്കൻഡ് കൊണ്ട് അവസാനിക്കുന്ന ഭൗതിക ലോകത്ത് എന്ത് ആഘോഷമാണ്! എന്റെ ജീവിതത്തിന്റെ ശാശ്വതമായ സ്വർഗലോകത്ത് എനിക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള സുഖവും രസവും ഞാനത് കാണാൻ കൊതിക്കുന്നവളാണ്, ഞാനത് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവളാണെന്ന് ഹാറൂൻ റഷീദ് ചക്രവർത്തിയുടെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു കൊടുക്കുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സ്വർഗത്തിന്റെ കാലച്ച എന്ന വിഷയം കേൾക്കാൻ ഈ മനോഹരമായ ചാരിറ്റിയുടെ പ്രവർത്തകർ ക്ഷണിച്ചപ്പോ ഈ തണുപ്പിനെ വകവെക്കാറ് കുഞ്ഞുമക്കളെയും കൊണ്ട് ഓടി വന്ന എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിനോട് പറയുകയാണ്, അല്ലാഹുവിന്റെ ലോകത്തേക്ക് എന്നെ കൊണ്ടുപോയത് സഹാബത്തെ നിങ്ങൾക്കറിയുമല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ബുറാഖ് എന്ന അത്ഭുത വാഹനത്തിലൂടെ ആകാശ ലോകത്തിന്റെ അത്ഭുതങ്ങളെ കാണാൻ കൊണ്ടുപോയ മിഅ്റാജിന്റെ ഇസ്രായിന്റെ ദിവസത്തെ കുറിച്ച് നിങ്ങൾക്കറിയുമല്ലോ. ആ മനോഹരമായ ദിവസത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മകാരികൾ കിടക്കുന്ന സ്വർഗത്തെ എനിക്ക് കാണിച്ചു തന്നു സ്വഹാബ. ആളിക്കത്തിക്കൊണ്ട് നരകത്തിന്റെ അകത്ത് നിലവിളിക്കുന്ന ആഴമേറിയ നരകത്തെ എനിക്ക് കാണിച്ചു തന്നു സ്വഹാബ. ആ സ്വർഗം കണ്ടപ്പോ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയത് ആ സ്വർഗത്തിന്റെ രണ്ട് കാലൊച്ചയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് ഉഷാറായിട്ട് ചൊല്ലണം കേട്ടോ. സ്വലാത്ത് ഉഷാറായിട്ട് ചൊല്ലിയാൽ ഖബറിന്റെ അകത്തും നമുക്ക് നല്ല തണുപ്പ് അല്ലാഹു തരും. അല്ലാഹു ആ തണുപ്പ് നമുക്ക് തരുമാറാകട്ടെ. സ്വലാത്ത് ഇടയ്ക്ക് നിങ്ങൾ തളർത്തി കളയരുത്. സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിൽ ആകെ മൂഡ് ഓഫ് ആയി പോകും. അതുകൊണ്ട് ആകെ പിന്നെ പ്രസംഗത്തിനൊന്നും ഒരു പവർ ഉണ്ടാവൂല. അവിടെ നല്ല ഉഷാറായിട്ട് സ്വലാത്ത് ചെല്ലണം. ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഞാൻ സ്വർഗത്തിൽ കണ്ട എന്നെ അത്ഭുതപ്പെടുത്തിയ മനോഹരമായ ഒരു കാര്യം, രണ്ട് വ്യക്തികളുടെ കാലൊച്ച എനിക്ക് സ്വർഗത്തിൽ കേൾക്കാൻ കഴിഞ്ഞു. രണ്ട് വ്യക്തികളുടെ കാലൊച്ച എനിക്ക് സ്വർഗത്തിൽ കേൾക്കാൻ കഴിഞ്ഞു. ഞാൻ ആ സ്വർഗത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അല്ലാഹുവേ, സ്വർഗത്തിന്റെ അകത്ത് രണ്ട് വ്യക്തികൾ നടന്നു പോകുന്ന ശബ്ദം ഞാൻ കേട്ടു. ജിബ്രീൽ. ഈ സ്വർഗത്തിന്റെ അകത്ത് കേൾക്കുന്ന കാലൊച്ച എന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, ആ സ്വർഗത്തിന്റെ ഡ്യൂട്ടി അല്ലാഹു എനിക്ക് തന്നിട്ടില്ല. ആ സ്വർഗത്തിന്റെ വിവരണം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്കറിയില്ല നബിയേ. അതുകൊണ്ട് സ്വർഗത്തിന്റെ കാവൽ അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്ന മലക്കുണ്ട് നബിയേ. ആ സ്വർഗത്തെ കാക്കുന്ന മലക്കിനോട് എവിടെ നിന്ന് ചോദിക്കണം നബിയേ. സ്വർഗത്തെ കാക്കുന്ന മലക്കിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, എന്താണ് ആ സ്വർഗത്തിന്റെ അകത്ത് കേൾക്കുന്ന കാലൊച്ച എന്താണ്? ആ പ്രിയപ്പെട്ട മലക്ക് പറയുന്നു, നബിയേ, അങ്ങാണല്ലോ സ്വർഗം തുറക്കുന്നയാള്. സ്വർഗത്തിന്റെ താക്കോൽ അങ്ങയുടെ കയ്യിലാണല്ലോ. പരലോകത്ത് അവിടെ നിന്നാണ് ഖബറിന്റെ മണവറക്കകത്തരം എഴുന്നേറ്റ് വന്നിട്ട് ആദ്യമായിട്ട് അവിടെ നിന്നാണ് സ്വർഗം തുറക്കുന്നത് നബിയേ. എന്നാൽ അങ്ങ് സ്വർഗത്തിൽ കടക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കണമെന്ന് ഈ സ്വർഗത്തിന്റെ അകത്ത് രണ്ട് കാലൊച്ച കേട്ടില്ലേ? ആ രണ്ട് വ്യക്തികൾ അല്ലാഹുവിനോട് ആവശ്യപ്പെട്ടാൽ അവർക്ക് അല്ലാഹു അവസരം കൊടുക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാൻ. അല്ലാഹുവിന്റെ റസൂലേ, അവിടുന്ന് സ്വർഗത്തിൽ കടക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് കടക്കണമെന്ന് ഈ രണ്ട് വ്യക്തികൾ അല്ലാഹുവിനോട് ആവശ്യപ്പെട്ടാൽ
അവിടുന്ന് സ്വർഗത്തിൽ കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് ഈ 2 വ്യക്തികൾക്ക് സ്വർഗത്തിൽ കടക്കാനുള്ള അവകാശം അവരാവശ്യപ്പെട്ടാൽ അള്ളാഹു നടത്തി കൊടുക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്. അള്ളാഹുവിന്റെ റസൂലിന് വല്ലാത്ത കൗതുകം തോന്നി. ഇത്രയും വലിയ മഹത്വം, ഇത്രയും വലിയ തൗഫീഖ് അള്ളാഹു കൊടുത്ത 2 വ്യക്തികൾ. മലക്ക് പറഞ്ഞു, നബിയെ, ഒന്നൊരു സ്ത്രീയാണ്, ഒന്നൊരു പുരുഷനാണ്. ഒന്നൊരു സ്ത്രീയാണ്, ഒന്നൊരു പുരുഷനാണ്. ഇവർക്ക് 2 പേർക്കും അതിനുള്ള അവകാശവും ക്വാളിറ്റിയും അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറയുകയാണ്, ആ 2 വ്യക്തികളുടെ ക്വാളിറ്റി ഉള്ളവരെ കൂടി നീ സ്വർഗത്തിൽ കടത്തണമെന്ന് ഞാൻ എന്റെ പടച്ചവനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സഹാബാ. ആ 2 വ്യക്തികൾ മാത്രമല്ല, ആ 2 വ്യക്തികൾക്ക് സ്വർഗത്തിൽ കടക്കാനുള്ള അർഹത അല്ലാഹു കൊടുക്കുന്നതിന്റെ കാരണം എന്താണ്? ആ കാരണം ജീവിതത്തിലൂടെ കൊണ്ടു നടന്ന മംഗലാപുരത്തെ, കർണാടകയിലെ ബാംഗ്ലൂരിലെ, സുല്യയിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ 2 വ്യക്തികളുടെ സ്വഭാവ സവിശേഷത നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾക്കും അതുപോലെ സ്വർഗം കടക്കാനുള്ള തൗഫീഖ് അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പഠിക്കണ്ടേ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പഠിക്കണ്ടേ? അങ്ങനെ സ്വർഗത്തിന്റെ ഉന്നത പദവിയിലേക്ക് കാലെടുത്ത് വെക്കാൻ കഴിയുന്ന ആ വ്യക്തികളുടെ ക്വാളിറ്റികൾ എന്തായിരുന്നു എന്ന് പഠിക്കണ്ടേ? അല്ലാഹുവിന്റെ റസൂലിനോട് മലക്ക് പറയുന്നു, നബിയേ, ആദ്യം സ്ത്രീയെ കുറിച്ച് വിശദീകരിക്കാം നബിയേ. ഇന്നെവിടെയും ലേഡീസ് ഫസ്റ്റ് അല്ലേ? ഇനി അത് ഞാൻ പറയാതെ പോയിട്ട് ഇനി കർണാടകയിൽ വനിതാ മതിലുണ്ടാക്കാൻ നിൽക്കണ്ട. ആദ്യം സ്ത്രീയെ കുറിച്ച് തന്നെ പറയാം. പുരുഷൻ ഏറ്റവും ലാസ്റ്റ്. വാള് തീരുന്നതിന് 10 മിനിറ്റ് മുമ്പ് മാത്രമേ പുരുഷനെ കുറിച്ച് പറയുള്ളൂ. നിങ്ങൾ എഴുന്നേറ്റ് പോയി ഒരു ഓംലെറ്റ് ഒക്കെ അടിച്ച് ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് വരുമ്പോൾ നിങ്ങളുടെ സമയമാവും. പക്ഷെ ആദ്യം പറയുന്ന ഈ സ്ത്രീകൾക്ക്, ഒരു സ്ത്രീ സ്വർഗത്തിൽ കടന്നു, ആ സ്ത്രീയുടെ ക്വാളിറ്റിയെ കുറിച്ച് പറയുമ്പോൾ അതിൽ നിന്ന് പഠിക്കാൻ നമുക്ക് ധാരാളമുണ്ട്. പെമ്മക്കളുള്ളവരൊക്കെ ഒന്ന് കൈവൊക്കെ. പെമ്മക്കളുള്ളവരാണ്, ഒളിച്ചോടിയവരല്ല, നിലവിൽ വീട്ടിലുള്ളവർ. അൽഹംദുലില്ലാ. ഒരാൾ കൈ താത്ത് പെട്ടെന്ന് പൊക്കിയിട്ട് അത് വീട്ടിൽ മിക്കവാറും ഒളിച്ചോടി കാണും വീട്ടിൽ. ഇപ്പൊ വലിയ പ്രതീക്ഷ ഒന്നും വെക്കാൻ പറ്റൂല. എത്ര വലിയ പവറോടുകൂടി വീട്ടിൽ വാപ്പച്ചിയുടെ മോളാണ്, ഉമ്മച്ചിയുടെ മോളാണെന്നൊക്കെ പറഞ്ഞിരുന്നാലും അവർക്ക് ഇഷ്ടപ്പെടുന്ന സമയമാകുമ്പോൾ ഇഷ്ടപ്പെട്ടവനോട് പോലാണ് ഇപ്പൊ നടക്കുന്നത്. അള്ളാഹു നമ്മുടെ മക്കൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ചില ചെറുപ്പക്കാരിപ്പോൾ പറയും, ഉസ്താദെ, ഒരു ലൈൻ ഇങ്ങനെ ശരിയായി വരണേ ഉള്ളൂ, നിങ്ങൾ വെറുതെ പറഞ്ഞ് അത് കുളമാക്കരുത്, കുറേ ദിവസം പുറകെ നടന്നിട്ട് കിട്ടിയതാ. അതിലൊന്നും കാര്യമില്ല ചെറുപ്പക്കാരാ, അതിലൊന്നും ഒരർത്ഥവുമില്ല. നമുക്ക് നല്ല മനോഹരമായ കുടുംബജീവിതമാണ് ആവശ്യം. നല്ല വൃത്തിയുള്ള കുടുംബജീവിതം. അൽഹംദുലില്ലാ, നമുക്ക് പൊരുത്തമുള്ള ഭാര്യ, നമ്മളെ ഇഷ്ടപ്പെടുന്ന മക്കള്, നമ്മുടെ ഉമ്മാക്കും വാപ്പാക്കും ഒക്കെ സ്നേഹം കൊടുക്കാൻ പറ്റുന്ന ഒരു ഭാര്യ, അതൊക്കെ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ ആരെയും പിണക്കാതെ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബം, അള്ളാഹു ആ കുടുംബം നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ പെമ്മക്കളുള്ളവര്, ഉമ്മമാരുള്ളവര്, ഭാര്യമാരുള്ളവരൊക്കെ പഠിക്കണം. അതിനോടൊപ്പം ഈ ഗുണപാഠങ്ങളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ളത് മാത്രമല്ല, ഈ ഇരിക്കുന്ന നമുക്കും നിങ്ങൾക്കൊക്കെ പഠിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ സഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ മലക്കന്നോട് പറഞ്ഞു തന്നത്, ഒന്നാമത് സ്വർഗത്തിൽ കടന്നുപോയ, സ്വർഗത്തിൽ ഞാൻ കേട്ട മനോഹരമായ കാലുച്ചയുടെ ഉടമ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായ അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മയായ മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടേതാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇത് സഹാബത്തിനോട് പറയുമ്പോ പ്രിയപ്പെട്ട സഹാബത്ത് മുഴുവനും കണ്ണീരൊഴുക്കുകയാണ്. അവർക്കല്ലാതെ ആരാണ് നബിയെ, ആർക്കാണ് നബിയെ പടച്ചവനാ ക്വാളിറ്റി കൊടുക്കാനുള്ളത്? അത്രത്തോളം അത്ഭുത ജീവിതമല്ലേ നമ്മുടെ മുമ്പിലൂടെ അവര് ജീവിച്ച് കാണിച്ചതെന്ന് സഹാബത്ത് സമ്മതിച്ചു പോവുകയാണ്. ആ ഒരു അത്ഭുതം എന്തെന്ന് എന്റെ പ്രിയപ്പെട്ട സുല്ലയിൽ വന്ന, പരാജയിൽ വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഞാൻ വിശദീകരിച്ചു തരട്ടെ. മഞ്ഞുകെട്ട ഉരുകിയിറങ്ങുന്ന തണുപ്പുള്ള രാത്രിയിൽ പരാജകയുടെ മനോഹരമായ ഇൽമിന്റെ സരസിനെ അത്ഭുതപ്പെടുത്തി ഒഴുകിയെത്തിയ പെങ്ങളെ,
ഉമ്മു സലമ റളിയല്ലാഹു അൻഹ സ്വർഗ്ഗത്തിന്റെ സുഖമാസ്വദിച്ചു പോയെങ്കിൽ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ സ്വർഗ്ഗത്തിന്റെ രസമാസ്വദിച്ചു പോയെങ്കിൽ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ എനിക്ക് നിന്റെ ഹബീബ് കടക്കുന്നതിന് മുമ്പ് സ്വർഗ്ഗത്തിൽ കടക്കണമെന്ന് അല്ലാഹുവിനോട് ആവശ്യപ്പെട്ട അത് അല്ലാഹു നടത്തി കൊടുക്കുമെന്ന് മലക്കുകൾ പറഞ്ഞു കൊടുത്തെങ്കിൽ, ആ പ്രിയപ്പെട്ട ഉമ്മു സലമയുടെ ക്വാളിറ്റിയെ കുറിച്ച് പഠിച്ചാലോ, ആ പ്രിയപ്പെട്ട ഉമ്മു സലമയുടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്ത അനുഭൂതിയെ കുറിച്ച് പഠിച്ചാലോ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആ സ്വർഗത്തിലേക്ക് കടക്കുമ്പോ നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ വൈകല്യങ്ങളും അല്ലാഹു മാറ്റിത്തരുമല്ലോ. ദുനിയാവിൽ നിന്ന് സ്വർഗത്തിൽ കടക്കുന്ന പെണ്ണിന് ഹൂർലീനിനെക്കാളും അല്ലാഹുവിന്റെ അടുത്ത് സ്ഥാനമുണ്ടെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ നിങ്ങൾക്ക് സങ്കടം വേണ്ട. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് സ്വർഗത്തിൽ കടക്കണം എന്ന് നിങ്ങൾ ദുആ ചെയ്ത് അള്ളാഹു ആ ദുആ സ്വീകരിച്ചാൽ നിങ്ങളുടെ ഇവിടുത്തെ ഭാര്യയെ തന്നെ അള്ളാഹു നിങ്ങൾക്ക് സ്വർഗത്തിൽ തരും. പക്ഷേ ഇവിടെ ഉള്ള വൈകല്യങ്ങളൊന്നും ഉണ്ടാവൂല. പല്ലില് ദുർഗന്ധം ഉണ്ടാവൂല, കുളിച്ചില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവൂല, വയറ്റിൽ ബുദ്ധിമുട്ടുണ്ടാവൂല, കാലിൽ ബുദ്ധിമുട്ടുണ്ടാവൂല, ഇടയ്ക്കിടയ്ക്ക് നടുവേദന ഉണ്ടാവൂല, എനിക്ക് സുഖമില്ലേക്കാന്ന് പറയൂല, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഫുൾ പെർഫെക്റ്റായ ഒരു ശരീരത്തെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് തരും. ഹൂർലീങ്ങൾക്ക് അത്ഭുതം തോന്നുന്ന ജീവിത രീതി അള്ളാഹു അവർക്ക് സ്വർഗത്തിൽ കൊടുക്കും. ഹൂർലീങ്ങൾ എന്ന് പറഞ്ഞാൽ അവര് സ്വർഗത്തിൽ തന്നെ അള്ളാഹു പടച്ച് സ്വർഗത്തിൽ തന്നെ ജീവിക്കുന്നവരാണ്. നാട്ടിൽ നിന്ന് മരണപ്പെട്ടിട്ട് സ്വർഗം കിട്ടുന്ന പെണ്ണിന് അതിനേക്കാളേറെ പവറാണ്. മോയിൻകുട്ടി വൈദ്യർ എഴുതിയ ഒരു കവിതയുണ്ട്. ഉണ്ടണ്ടും മിസ്കാത്തിൽ ബാരിക്കിൽ വന്നിടേ ഹൂറിനിസവരാം പരിശാനതും വടിവാൽ ഉഗമാം വിളംബിടലാം അവർ അമ്പരമുള്ളൊരു ചന്ദ്രനോ കതിരോനിനും തെളിവാൽ. ഹൂർലീങ്ങളെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് മനോഹരമായിട്ട് എഴുതിയതാണ്. ഇതിനേക്കാളേറെ ഭംഗിയും ഇതിനേക്കാളേറെ സൗന്ദര്യവും വിശദീകരിക്കേണ്ടി വരും ഈ നാട്ടിൽ നിന്ന്, നമ്മുടെ ഇടയിൽ നിന്ന് നമ്മുടെ ഭാര്യ ഉമ്മ പെമ്മക്കൾ മരിച്ച് അള്ളാന്റെ സ്വർഗത്തിലെത്തിയാൽ. സഹോദരിമാർക്ക് സമാധാനമാവട്ടെ. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മാത്രം ഒരു പദവിയില്ല, അവിടെ ഹൂർലീങ്ങൾ മാത്രമാണ് കൈയടക്കുന്നത് എന്നൊരു ധാരണ നിങ്ങൾക്ക് വേണ്ട. വലിയ പദവിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തരുന്നത്. പക്ഷേ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതത്തിൽ സ്വർഗത്തിലേക്ക് നബിതങ്ങൾക്ക് മുമ്പേ കടക്കണമെങ്കിൽ അങ്ങനെ ഒരു ക്വാളിറ്റി കിട്ടാൻ കുറച്ച് കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒന്ന് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുകയാണ്. ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. അല്ലാഹു ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ കൊണ്ട് സീരടിച്ച ഒരുപാട് പേരുടെ ചരിത്രം വിശദീകരിക്കുന്ന കൂട്ടത്തില് ആ ചരിത്രത്തിനിടയിൽ ഒരു ചരിത്രം കാണാ. മഹദിയായ ഉമ്മു സലമ ഈമാൻ കൊണ്ട് അല്ലാഹു ഹൃദയത്തിൽ സീലടിച്ച മഹദിയാണ്. വെറുതെയല്ല സ്വർഗത്തിന്റെ അകത്ത് കിടന്നത്, വെറുതെയല്ല പുന്നാര ഹബീബിന് മുമ്പേ സ്വർഗത്തിന്റെ അകത്ത് കാലെടുത്ത് വെക്കാനുള്ള ക്വാളിറ്റി അല്ലാഹു കൊടുത്തത് വെറുതെയല്ല. ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. ഹൃദയത്തിൽ അല്ലാഹു ഈമാന്റെ സീലടിച്ചു കൊടുത്ത ചില വിഭാഗങ്ങളുണ്ട്. ആ വിഭാഗത്തിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം എന്റെ പ്രിയമുള്ളവരെ മുഹദ്ദിസീങ്ങൾ വിശദീകരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവിടെ ഹൃദയത്തിൽ അല്ലാഹു ഈമാൻ കൊണ്ട് സീലടിച്ചതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ മക്കത്തിരുന്ന് മദീനത്തേക്ക് ഹിജറ വരുന്നതിന് മുമ്പ് തന്നെ മദീനത്ത് ഇസ്ലാമിന്റെ വിഭാവനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള ദഅവത്തെത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇപ്പൊ തന്നെ മദീനത്തേക്ക് വരും 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 എന്ന് ജനങ്ങൾ പറയുകയാണ്. ജനങ്ങൾ അവിടെ കാത്തിരിക്കുകയാ. ഞാനിന്നിവിടെ മരണപ്പെട്ടു പോയ ഹബീബ് എന്ന് പറയുന്ന സഹോദരന്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു. എന്റെ സുല്യക്കാർക്ക് പ്രിയങ്കരനായ, എന്റെ പേരജക്കാർക്ക് സന്തോഷം തന്ന, സുല്യ എന്ന നാടിനൊരിക്കലും മറക്കാൻ കഴിയാത്ത സ്വതക്കയുടെ കാരുണ്യത്തിന്റെ നിർവൃതിയുടെ അനുഗ്രഹത്തിന്റെ പൂമുഖത്തിന്റെ ഉടമയായ ഹബീബ് 3 പ്രിയപ്പെട്ട മക്കളെ യതീമാക്കിയിട്ട് തന്റെ ഷോപ്പിന് മുന്നിൽ വീണുകൊണ്ട് വിട പറഞ്ഞു പോയപ്പോ അത്ഭുതപ്പെട്ടു പോയ സുല്യക്കാരാ, ആ വീട്ടിലേക്ക് ഞാനൊന്ന് ദുആ ചെയ്യാൻ വേണ്ടി ചെന്നപ്പോ ആ സഹോദരന്റെ പ്രിയപ്പെട്ട ഉപ്പ ഞാൻ വാഹനത്തിൽ നിന്നിറങ്ങുമ്പോ എന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, തോല അൽ ബദറു അലൈനാ മിൻ തനിയാതിൽ
സനിയാത്തിൽ വിദായി. അത് സന്തോഷം കൊണ്ട് പാടിയതാണ്. കണ്ണിൽ നിന്ന് കണ്ണീര് വീഴുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യാൻ നിങ്ങൾ വന്നല്ലോ. അവിടുത്തെ ബന്ധുക്കളെ ഒരുമിച്ച് കൂട്ടി അവിടെ ദുആരന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെങ്കിൽ അല്ലാഹുവേ, മദീനക്കാര് എത്രയോ കാലം കൊണ്ട് കാത്തിരിക്കുകയാണ്. മക്കയുടെ ദീപശിഖയെ ഒന്ന് മദീനത്ത് വന്നിരുന്നെങ്കിൽ അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ മദീനത്ത് വരുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാമിന്റെ സൗന്ദര്യം ആവോളം ആസ്വദിച്ചു പോയ മഹദിയായ ഉമ്മു സലമ, അല്ലാഹുവിന്റെ റസൂൽ കടന്നു വന്നപ്പോ കാണാൻ ആവേശമായി, പ്രവാചകന്റെ വാല് കേൾക്കാൻ ആഘോഷമായി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ പോയി ദുആ ചെയ്യിപ്പിക്കാൻ വല്ലാത്ത കൊതിയായി. മദീനയുടെ തൂണിന്റെ മറവിലല്ല ഉമ്മു സലമ ഒളിച്ചിരിക്കുകയാണ്. ഒന്ന് മുത്തുനബി തങ്ങളെ കാണാൻ, ഒന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ഷഹാദത്ത് പറയാൻ. ഉമ്മു സലമ മുസ്ലിമായി. ഉമ്മു സലമ മുസ്ലിമാകുമ്പോ ഉമ്മു സലമയുടെ പ്രിയപ്പെട്ട ഭർത്താവ് മുസ്ലിമായിരുന്നില്ല. ഉമ്മു സലമ ആദ്യം വിവാഹം കഴിച്ചിരുന്നത് മാലിക് ബിൻ നളർ എന്ന് പറയുന്ന ഭർത്താവിനെയായിരുന്നു. അദ്ദേഹം മുസ്ലിം ആയിരുന്നില്ല. ഉമ്മു സലമ മുസ്ലിമായപ്പോ ഉമ്മു സലമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇഷ്ടവും അനുരാഗവും ഒക്കെ സമ്മാനിച്ച പ്രിയപ്പെട്ട മാലിക് പറഞ്ഞു, പെണ്ണെ, നീ ഇസ്ലാം മതം ഉപേക്ഷിക്കണം, നീ ഇസ്ലാം മതം ഉപേക്ഷിക്കണം. ഭർത്താവ് പെണ്ണെ, നീ തലയിലിടുന്ന തട്ടം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാൽ പേരാജയിലെ എന്റെ പ്രിയപ്പെട്ട പെണ്ണ് ചെയ്യോ? എന്നോടൊപ്പം നീ മുട്ടുവരെയുള്ള ഡ്രസ്സും ധരിച്ചുകൊണ്ട് എന്നോടൊപ്പം യാത്ര ചെയ്തൊരു കല്യാണത്തിന് വരണം, എന്റെ കൂട്ടുകാരന്റെ പ്രിയപ്പെട്ട കല്യാണമാണെന്ന് പറയുമ്പോ നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങോ? ഭർത്താവ് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഭർത്താവിന്റെ ഇഷ്ടത്തിന് വേണ്ടി അങ്ങനെ ധരിച്ചുകൊണ്ടിറങ്ങിയാൽ നിന്റെ ഹൃദയത്തിൽ ഈമാൻ എന്ന സീലുണ്ടാവൂല. നിന്റെ കാല് സ്വർഗത്തിന്റെ അകത്തെടുത്ത് വെക്കാൻ അള്ളാഹു അനുവദിക്കൂല. ഉമ്മു സലമയുടെ ഭർത്താവ് മാലിക് ബിൻ നളർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഉമ്മു സലമ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന മഹദിയോട് മാലിക് പറയാ, പെണ്ണേ, നീ ഇസ്ലാം മതം ഉപേക്ഷിക്കണം. ഇസ്ലാം മതം ഉപേക്ഷിക്കൂല എന്ന് പെണ്ണ് പറഞ്ഞപ്പോ മാലിക് പറഞ്ഞു, എന്നാൽ നിന്നെ ഞാൻ ഉപേക്ഷിക്കും. പെണ്ണ് പറഞ്ഞു, സാരമില്ല, എനിക്ക് ഏതായാലും എന്റെ പടച്ചോൻ ഉദ്ദേശിക്കുന്ന ജീവിതം എനിക്ക് കിട്ടുള്ളൂ. അള്ളാഹുവിന്റെ ദീൻ കളഞ്ഞിട്ട് നിങ്ങളുടെ സ്വത്തും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സംരക്ഷണവും എനിക്ക് വേണ്ട എന്ന് ഉറപ്പിച്ചു പറഞ്ഞ പെണ്ണ് പിന്നെ സ്വർഗത്തിൽ എങ്ങനെ കാലുവെക്കാതിരിക്കും? ഇത് ചരിത്രമാണ്, കെട്ടുകഥയല്ല, എഴുത്തല്ല, നോവലല്ല. ആ ഉമ്മു സലമ പറയുകയാണ്, വേണ്ട മാലിക്കേ, അല്ലാഹുവിന്റെ ദീനിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ പൊയ്ക്കോ, എനിക്ക് നിങ്ങൾ ആവശ്യമില്ല എന്ന് പറഞ്ഞ മാലിക് ബിൻ നളർ യാത്ര ചെയ്തു പോയി. തന്റെ ഭാര്യ ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ നാണക്കേടുകൊണ്ട് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന രംഗം കണ്ടുകൊണ്ട് മാലിക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നാട് വിട്ടുപോയി. യാത്ര ചെയ്ത് ഷാമിലെത്തിയപ്പോ മരണപ്പെട്ടു പോയി. പിന്നെ ഉമ്മു സലമ ഭർത്താവില്ലാത്തവളായി. ഒരു കുഞ്ഞു മകൻ മാത്രം കയ്യിലുണ്ടായിരുന്നു. ഉമ്മു സലമ പിന്നെ ഭർത്താവില്ലാതെ ജീവിച്ചു. എന്തിനാണ് പെങ്ങളെ തന്റെ ജീവിതത്തിന്റെ താങ്ങും തണലും സംരക്ഷണവും ഉമ്മു സലമ വലിച്ചെറിഞ്ഞത് എന്തിനാണ്? രാജാതിരാജനായ അല്ലാഹ്, ആ പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടിയല്ലേ മോളെ? സ്വർഗത്തിൽ കടക്കാൻ കൊതിക്കുന്ന പേരാജയിലെ പൊന്നുമോളെ, ഈ സരസിലേക്ക് വന്ന എന്റെ മംഗലാപുരത്തെ സുല്ലയിലെ പെങ്ങളെ, അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് സ്വന്തമാക്കാൻ ഭർത്താവിനോടൊപ്പം നിസ്കാരമില്ലാതെ കറങ്ങി നടന്നാ കഴിയൂല, ഭർത്താവിനോടൊപ്പം ഹറാമ തിന്നുകൊണ്ട് നടന്നാ കഴിയൂല. ഇസ്ലാമിക ചരിത്രം നിനക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈമാന് ഒരു അണു അളവ് പോലും വ്യതിചലിക്കാതെ ഉറച്ചു നിന്ന ആയിരക്കണക്കിന് സഹോദരിമാരെ നിനക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഫിർഔൻ പറഞ്ഞില്ലേ, പിന്നെ ആസിയ, ആകാശലോകത്ത് നിൽക്കുന്ന ചന്ദ്രൻ നിനക്ക് വേണമെന്ന് പറഞ്ഞാൽ ഈ ഫിർഔൻ നിനക്ക് വാങ്ങിക്കൊണ്ട് തരാ. പെണ്ണേ ആസിയ, നീ അല്ലാഹുവിനെ മറക്കണം എന്ന് പറഞ്ഞപ്പോ ആസിയ ബീവി ചെയ്തില്ല മോളെ. പേരാജയിലെ ഏതെങ്കിലും ഒരു പെണ്ണിനുള്ളതുപോലെ
5 സെന്റ് സ്ഥലവും ഒരു വീടും മാത്രമായിരുന്നില്ല ആസിയാ ബീവിക്കുണ്ടായിരുന്നത്. പേരാചയിലെ ഒരു പെണ്ണിന്റെ ശരീരത്ത് കിടക്കുന്ന ഒരു സ്വർണവളയും 2 കമ്മലും 2 മാലയും പോലെ കുറഞ്ഞ ആഭരണം മാത്രമായിരുന്നില്ല ആസിയാ ബീവിക്കുണ്ടായിരുന്നത്. ഇസ്ലാം വേണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കനകം കൊണ്ട് മൂടുമായിരുന്നു. ഉമ്മ, എനിക്ക് ഇസ്ലാം വേണ്ടെന്ന് ആസിയാ ബീവി പറഞ്ഞിരുന്നെങ്കിൽ സ്വർഗം പണിഞ്ഞു കൊടുക്കുമായിരുന്നു. ഉമ്മ, എനിക്ക് നിന്റെ സ്വർഗം വേണ്ട ഫിർഔനേ, എനിക്ക് നിന്റെ കൊട്ടാരം വേണ്ട ഫിർഔനേ, എനിക്ക് നിന്റെ ആഭരണം വേണ്ട, എനിക്ക് നിന്റെ രുചികരമായ ഭക്ഷണം വേണ്ട, എനിക്ക് നിന്റെ ഭൗതികമായ ഒരു സുഖ സൗകര്യങ്ങളും വേണ്ട. എന്നിട്ടോ കനകാന്തീര്യമുള്ള പാറക്കല്ലുകൾ ചുമന്നുകൊണ്ട് ഫിർഔനിന്റെ കിങ്കരന്മാര് ചുട്ടുപഴുത്ത മണലാരുണ്യത്തില് ആസിയാ ബീവിയെ മരത്തി കിടത്തുകയാണ്. ആ കല്ലുകൊണ്ട് വെക്കുമ്പോ ശരീരം വെന്തുരുകുമ്പോ ആസിയോട് ചോദിക്കുന്നു, ആസിയാ, നിനക്ക് ഈ ഫിർഔനിന്റെ സ്വർഗം വേണ്ടേ ആസിയ? പൊട്ടിക്കരന്നുകൊണ്ട് ലോകത്തിരുന്ന് വിട പറയുന്ന ആസിയ അല്ലാഹുവിനോട് പറഞ്ഞതെന്താണ്? റബ്ബി ഇബ്നിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. പടച്ചവനെ, ദുനിയാവിന് വേണ്ടി നിന്നെ മറക്കാൻ ഞാൻ ഒരുക്കമല്ല, ആഡംബരത്തിന് വേണ്ടി നിന്നെ മറക്കാൻ ഞാൻ ഒരുക്കമല്ല. ഫിർഔനിന്റെ കൈക്കുമ്പിളിൽ ഒതുങ്ങിക്കിടക്കുന്ന ഭൗതിക ലോകത്തിന്റെ സുഖരസങ്ങൾക്ക് വേണ്ടി നിന്നെ മറക്കൂല അല്ലാ. ഉമ്മയുടെ ഉദരത്തിനകത്ത് വെച്ച് എന്നെ ഒരു തുള്ളിയായി പടച്ച അല്ലാ, ആരോഗ്യം തന്ന അല്ലാ, ആഫിയത്ത് തന്ന അല്ലാ, അവസാന സമയം വരെ നിന്നെ ഞാൻ മുറുകെ പിടിക്കുന്നു റബ്ബേ. അതുകൊണ്ട് ഈ കൊട്ടാരം എനിക്ക് വേണ്ട, ഈ ആഡംബരം എനിക്ക് വേണ്ട, ഈ ആനന്ദം എനിക്ക് വേണ്ട, അതിന് പകരം നിന്റെ സ്വർഗത്തിലൊരു വീട് തരണേ അല്ലാ. ആസിയാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞതാണ്. എത്ര മഹദികളെ കാണാം. നമ്മൾ കേവലം ഒരു കാമുകൻ മസില് ചുരുട്ടി കാണിച്ചാൽ നമ്മുടെ ഇസ്ലാമും മടക്കി പെട്ടിക്കകത്തെടുത്ത് വെക്കൂല. നീ നിനക്ക് എവിടെ സ്വർഗം കിട്ടാനാ? എന്നിട്ട് നിസ്കാരമുണ്ട്, എന്നിട്ട് പർദയുണ്ട്, എന്നിട്ട് മഫ്തയുണ്ട്, എന്നിട്ട് ആ വിരലിൽ ചുറ്റി വെച്ചിരിക്കുന്ന തസ്ബീഹുണ്ട്. ഇപ്പൊ അതാണ് പുതിയ സ്റ്റൈൽ. വിരലില് മോതിരം പോലെ ചുറ്റി വെച്ചിരിക്കുന്നിട്ട് എവിടെയെങ്കിലും പോയാൽ ഇങ്ങനെ ഞെക്കി ഞെക്കി ഇരിക്കലാണ്. അത് തെറ്റാണ്, അത് ചൊല്ലരുത് എന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് അതൊക്കെ ഇഷ്ടമുള്ളൂ. ജനങ്ങളെ 10 പേരെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കാണിക്കണം. പർദയൊക്കെ പണ്ട് ഇസ്ലാമിന്റെ വസ്ത്രം മാത്രമായിരുന്നു, ഇന്നൊരു സ്റ്റൈലായിട്ട് മാറുകയാണ്. നിനക്കങ്ങനെ എങ്ങനെയെങ്കിലും അള്ളാന്റെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമോ? നിന്റെ സഹോദരിമാർ കരുതേ വേണ്ട, സഹോദരങ്ങളും കരുതണ്ട. നിങ്ങൾ വിചാരിക്കും ഇന്ന് കുറെ കാലമായിട്ട് ഉസ്താദ് സ്ത്രീകളെ അങ്ങനെ കുറ്റപ്പെടുത്തി വാത് പറഞ്ഞിട്ടില്ല. ഫെമിനിസ്റ്റുകളൊക്കെ പേടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ. അതുകൊണ്ട് ഇന്ന് സ്ത്രീകൾക്കുള്ള പണിയാണല്ലോ എന്ന് പറഞ്ഞ് നിങ്ങളെ സന്തോഷിച്ചിരിക്കണ്ട. നിങ്ങളെ പ്രിയപ്പെട്ട മോള് ഒളിച്ചോടിയാൽ ആദ്യം അള്ളാഹു ശിക്ഷിക്കുന്നത് വാപ്പായ ഉമ്മയാണ്, മോളല്ല. മോക്ക് പിന്നീട് കൊടുക്കുള്ളൂ, മോക്ക് പിന്നീട് കൊടുക്കൂല. ഇന്നലെ ബാംഗ്ലൂരിൽ പറഞ്ഞതാ. ഇപ്പൊ 2 മുട്ടയായി അൽഹംദുലില്ലാ. നേരത്തെ 1 മുട്ടയുള്ളായിരുന്നു. നമുക്ക് ഒരുപാട് മുട്ടകളെ അള്ളാഹു ഇനിയും തരട്ടെ. നല്ലതാ. ഈ ഒരുപാട് വെള്ളം വീണ നനയാത്ത തലയേക്കാളും നല്ലത് മുട്ടകളാ അല്ലേ? മരുന്നൊക്കെ പുരട്ടിയിട്ട് വലിയ ശുദ്ധിയുടെ കുളിയും കുളിക്കാൻ പറ്റൂല. അലി റളിയല്ലാഹു അൻഹു ആഴ്ചയിൽ ഒരു ദിവസം മുടി ക്ലീൻ ആക്കുമായിരുന്നു. സഹാബത്ത് ചോദിച്ചു എന്തേ കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, നബിതങ്ങൾ വലിയ ശുദ്ധിയുടെ കുളിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ശുദ്ധിയാകാതെ അലസമായി കുളിച്ചവർ ഖബറിലേക്ക് പോയാൽ അവർക്കുണ്ടാകുന്ന അദാബിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പേടിച്ചിട്ട് അന്ന് മുതൽ ഞാൻ മുട്ടയടിക്കാൻ തുടങ്ങിയതാണ്. കൃത്യമായി എല്ലാ ആഴ്ചയും മുട്ടയടിച്ചിരുന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സഹോദരങ്ങൾക്കൊക്കെ വൃത്തിയോടെ ജീവിക്കാൻ തൗഫീക്ക് തരട്ടെ. എന്ന് പറഞ്ഞാൽ വൃത്തിയോടെങ്കിൽ മുട്ടയടിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മുടെ മുടിയിലേക്ക് മുടി നാരിഴകൾക്കിടയിലൂടെ കുളിക്കുമ്പോൾ അതിൻ്റെ വെള്ളം ഇറങ്ങുന്ന തരത്തിലെങ്കിലും മുടിയെ നമ്മൾ വൃത്തിയാക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുന്നു, ഉമ്മു സലമയെ പോലെ ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ ഉറപ്പുള്ള ഒരു പെണ്ണിനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഉമ്മു സലമയെ പോലെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു ഈമാൻ ഉറപ്പിച്ചു കൊടുത്ത ഒരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ? അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാണ്, ഉഹദ് യുദ്ധം നടന്നുകൊണ്ടിരുന്നപ്പോ സഹാബികൾക്കൊക്കെ ആകെ വെപ്രാളവും ബേജാറുമായി ഓടി പരക്കം പായുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, ഞാൻ നോക്കുമ്പോ മൽതവത്ത് യമീനം വലാ
ശിമാർ ഇല്ലാ വഹുനാക ഉമ്മുമാറ. ഉഹദ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ ഞാൻ നോക്കിയാലും അവിടേക്ക് ഉമ്മുമാറ ഉമ്മുമാറ. വലതുഭാഗത്തേക്ക് നോക്കുമ്പോ അവിടെ ഉമ്മുമാറ, ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോ അവിടെ ഉമ്മുമാറ. എവിടെ നോക്കിയാലും ഉമ്മുമാറ. എനിക്ക് വല്ലാത്ത സംതൃപ്തി തോന്നിപ്പോയി. കാരണം ഒരു പെണ്ണല്ലേ, ഒരു പെണ്ണല്ലേ. ഉഹദ് യുദ്ധത്തിന്റെ ഒരു പ്രത്യേകമായ ദയനീയ രംഗം കണ്ടപ്പോ ആ പെണ്ണ് പടവാള് കയ്യിലോന്തിയിട്ട് ചാടിയിറങ്ങിയതാണ്. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുന്നു, ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ്, ആ പെണ്ണിന്റെ ആവേശം ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ഇബ്നു ഖും എന്ന് പറയുന്ന ഒരാൾ ഒരു വലിയ മൂർച്ചയുള്ള കത്തി കൊണ്ടുവന്ന് ഉമ്മു ഉമാറയുടെ മുതുകിലൂടെ കുത്തിക്കയറ്റുന്നു. ഉഹദ് യുദ്ധത്തിന്റെ രണാകടത്തിൽ എന്റെ ഉമ്മുമാറ പിടഞ്ഞു വീടുന്നു. അവിടെ രക്തത്തിൽ കുളിച്ച് കിടന്ന് പിടയുന്ന ഉമ്മുമാറയെ കണ്ടപ്പോ ഞാൻ നോക്കുമ്പോ എന്റെ തൊട്ടടുത്ത് ഉമ്മുമാറയുടെ മകൻ നിൽക്കുകയാണ്. മോനെ മോനെ ഒന്ന് വേഗം ചെല്ലടാ, നിന്നെ മടിയിൽ വെച്ച് പാട്ടുപാടി തന്ന, നിനക്ക് മുലപ്പാല് തന്ന, നിനക്ക് സ്നേഹം തന്ന നിന്റെ പൊന്നാര ഉമ്മയതാ കുത്തേറ്റുകൊണ്ട് ഉഹദിന്റെ രണാകടത്തിൽ പിടഞ്ഞു വീടുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ട് ആ മോനെ പറഞ്ഞു വിടുന്നു. മോനെ ഒന്ന് വേഗം ഉമ്മാന്റെ അടുത്ത് പോയിട്ട് ഉമ്മുമാറയെ പിടിച്ചുകൊണ്ട് വാടാ. ആ മകൻ അങ്ങോട്ട് ഓടി ചെല്ലുമ്പോ ഉമ്മുമാറ കൈകൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് പറയുന്നു, വരല്ല മോനെ, ഉമ്മാന്റെ അടുത്തോട്ട് വരല്ലടാ, ഉമ്മാന്റെ അടുത്തേക്ക് വരല്ല മോനെ. ഉമ്മാക്ക് വെള്ളം ദാഹിക്കുന്നില്ല, ഉമ്മാക്ക് ക്ഷീണം വരുന്നില്ല, ഉമ്മാടെ കൈകാലുകൾ വെട്ടികെട്ടി രക്തമൊഴുകുമ്പോ ഉമ്മാക്ക് വേദന വരുന്നില്ല. ഉമ്മ കണ്ണുകൊണ്ട് കാണുന്നത് സ്വർഗമാണ് മോനെ. നീ വേഗം ചെല്ലടാ, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തിരുന്ന് മാറല്ലേ മോനെ, മുത്തുനബി തങ്ങളുടെ അടുത്തിരുന്ന് മാറല്ലേ പൊന്നുമോനെ. നീ ആ റസൂലുള്ളാഹിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കണേ മോനെ. അവിടെ ചെന്ന് നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കാവലേർപ്പെടുത്തണം മോനെ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ, ഇങ്ങനെ ഈമാൻ ഹൃദയത്തിന്റെ അകത്തുറച്ച പെണ്ണുങ്ങളെ അപൂർവമായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൃദയത്തിൽ ഈമാൻ ഉറയ്ക്കുക. ഒരു പേമാരിയിലും ഒരു ആക്ഷേപത്തിലും അത് നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിച്ചു വെക്കുക. ഒരിക്കലും അത് നശിപ്പിച്ച് കളയരുത്. ഇപ്പൊ അടുത്തൊക്കെ നമ്മൾ വാട്സപ്പിലൂടെ കണ്ടില്ലേ, കാമുകന്റെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്ത് വന്നിട്ട് സ്കൂളിലെ യൂണിഫോം മാറ്റിയിട്ട് സിനിമയ്ക്ക് പോകാൻ പറ്റുന്ന ഡ്രസ്സ് ധരിച്ചിട്ട് അവന്റെ കൂടെ സിനിമയ്ക്ക് പോകുന്നു, തിരിച്ച് അതേ സ്ഥലത്ത് വന്നിട്ട് ഡ്രസ്സ് മാറി യൂണിഫോം ധരിച്ച് വീട്ടിലേക്ക് പോകുന്നു. എന്തൊരു സൗകര്യങ്ങളാണെന്ന് കൊടുത്തിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മുടെ വീട്ടിൽ നിന്നിറങ്ങിപ്പോകുന്ന പ്രിയപ്പെട്ട പെങ്ങളെന്ന് കാണിക്കുന്ന കോമാളിത്തരങ്ങൾ കണ്ടില്ലെന്ന് വെക്കാൻ പാടില്ല. കണ്ടവന്റെ കൂടെ സിനിമാ തിയേറ്ററും മ്യൂസിയവും ആഘോഷയാത്രകളും ഒക്കെ ആസ്വദിച്ച് പങ്കിട്ടിട്ട് വൈകുന്നേരം കോളേജ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വരുന്ന പ്രിയപ്പെട്ട പൊന്നുമോള് അഭിനയത്തിന്റെ മധുരത്തിൽ മഴങ്ങിപ്പോകുന്ന ഉമ്മ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഈ മോള് പറയും, ഉമ്മയെ ഇവിടെ കിടപ്പിത്തുന്ന ആളിന്റെ കാലുകൊണ്ട് ചവിട്ടിയിട്ട് കാലിന്റെ ചൂട് ഞാനൊന്ന് മാറ്റാം റബ്ബേ എന്ന് അല്ലാഹുവിനോട് ആ മോളും ആ മോനും ഒക്കെ പറയും. നമ്മൾ കണ്ടില്ല എന്ന് വെക്കരുത്. ന്യൂ ജനറേഷൻ കാലമല്ലേ ഉസ്താദെ, അവർ പൊയ്ക്കോട്ടെ എന്ന് നിങ്ങൾ പറയരുത്. നിങ്ങളാ പ്രിയപ്പെട്ട മക്കൾക്കൊരു ദുആ പഠിപ്പിച്ചു കൊടുത്തിട്ട് നിങ്ങളും ആ ദുആ ചെയ്യണം. ഹൃദയത്തിൽ ഈമാൻ ഉറയ്ക്കാൻ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ, പിശാചിന്റെ കൃത്രിമങ്ങളെ തൊട്ട് കെണിവലകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. എന്റെ പൊന്നുമോള് പ്രായപൂർത്തിയാകുന്നത് വരെ മനസ്സിന്റെ അകത്ത് കിളിപ്പെടുത്തുന്ന ഒരു ഓർമ്മകളുമില്ലാതെ ജീവിച്ച നിന്റെ മനസ്സിലേക്ക് നിന്റെ
ഉമ്മ തരാത്ത വാപ്പ തരാത്ത ഒരു സ്പർശനത്തിന്റെ സുഖമാണ് നിന്റെ ക്യാമ്പസിന്റെ കൂട്ടുകാരൻ തരുന്നതെങ്കിൽ ആ സുഖം ജീവിതത്തിൽ ആദ്യമായി സ്പർശനത്തിലൂടെ അടുത്തിരിക്കുന്നതിലൂടെ ബൈക്കിന്റെ പുറകിലൊന്ന് പാറിപ്പറക്കുന്ന പൈങ്കിളിയെ പോലെ ഇരിക്കുന്നതിലൂടെ നിനക്ക് ലഭിക്കുമ്പോ വേദനയോടെ പ്രസവിച്ച ഉമ്മയെ മറക്കുന്നതിനേക്കാൾ, നിനക്ക് സംരക്ഷണം തന്ന വാപ്പയെ മറക്കുന്നതിനേക്കാൾ, നിനക്കെല്ലാം ചൊരിഞ്ഞു തന്ന രാജാതിരാജാതിരാജനായ അല്ലാഹുവിനെ മറക്കാ എന്റെ പൊന്നുമോളെ നിനക്ക് എങ്ങനാ കഴിയുന്നത്? അതുകൊണ്ട് എന്റെ പെൺമക്കളെ, SSLCയിലേക്ക് കാലെടുത്ത് വെക്കുന്ന മക്കളെ, +1ലേക്ക് കാലെടുത്ത് വെക്കുന്ന മക്കളെ, എന്നും നിങ്ങൾ ദുആ ചെയ്യണേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഹമസാത്തിസ് ശയാത്തീൻ. പടച്ചവരെ, പിശാചിന്റെ കെണിവലകൾ ഞങ്ങളുടെ ക്യാമ്പസിന്റെ അകത്തേക്ക് പോകുമ്പോ വഴിയിൽ വിരിച്ചു തരല്ലേ അല്ലാ. ഞങ്ങൾ ബസ് കാത്ത് സ്റ്റാൻഡിൽ നിൽക്കുമ്പോ പിശാചിന്റെ കാമക്കണ്ണുമായി കാമുകന്മാരെ പിന്നാലെ കൂടുമ്പോ അതിനെ തടുത്തു നിർത്താനുള്ള കരുപ്പ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഉമ്മ സീരിയലും സിനിമയും മക്കളെ വിളിച്ചിരുത്തി കണ്ടുകൊണ്ടിരിക്കാറ് ആ മക്കൾക്ക് വേണ്ടി പടച്ചവരോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ. ആ രീതിയിലൂടെ മക്കളെ ഒരു ചെറിയ ഹെൽപ്പ് അത്രേ ഉള്ളൂ, ഒരു പരിശ്രമം. നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കരുത്. മക്കളുടെ കാലമല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കരുത്. എന്ന് ഞാനൊരു കല്യാണത്തിന് പോയി, നമ്മുടെ ഇഖ്ബാൽ ബാലില എന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്റെ. ഉനൈസിനൊക്കെ അതിൽ പങ്കെടുക്കേണ്ടതാണ്, പക്ഷേ ഇവിടുത്തെ പരിപാടിയുടെ ടെൻഷൻ ആയതുകൊണ്ട് ഉനൈസ് പങ്കെടുത്തില്ല. ഇവിടുത്തെ ടെൻഷൻ അനുഭവിച്ച് ഉനൈസ് മീശ അല്പം വെട്ടിയപ്പോൾ പകുതി നീണ്ടുപോയി, അങ്ങനെ മൊത്തം പഠിച്ചു കളഞ്ഞു ലാസ്റ്റ്. അത്രയ്ക്ക് ടെൻഷനായിപ്പോയി പാവപ്പെട്ട ഉനൈസ്. ഇപ്പൊ നിങ്ങളൊക്കെ ഉനൈസ് തീവ്രവാദി എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ കണ്ട അവനൊരു ഭീകരവാദി പോലെ ഉണ്ട് കാണാൻ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പാര വെച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി പറയണവർക്ക് സംശയമൊന്നും ഉണ്ടാവില്ല, അവൻ ഭീകരവാദി എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം എന്തോ അള്ളാഹ്ക്കറിയാം. ഞാനിവിടെ പണ്ട് സുലിയയിൽ പ്രസംഗിക്കാൻ വരുമ്പോൾ, പണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷത്തിന് മുമ്പ് പ്രസംഗിക്കാൻ വരുമ്പോൾ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത് ബാക്കിക്ക് 48 കേസുണ്ടെന്നാണ് അങ്ങനെ പറഞ്ഞത്. പടച്ചറബ്ബ് നമ്മുടെ ഉമ്മത്തിന് ഐക്യം തരട്ടെ, സമാധാനം തരട്ടെ, സന്തോഷം തരട്ടെ, നന്മ തിരിച്ചറിയാനും മനസ്സിലാക്കാനുമുള്ള കരുത്ത് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഈ സ്ഥലം ഈ അതിനു വേണ്ടി അനുവദിച്ചു കൊടുത്ത അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഞാൻ നേരത്തെ നമ്മൾ സംസാരിച്ച് പരിചയപ്പെട്ടിരുന്നു. മുഹമ്മദ് സാഹിബ്, അൽഹംദുലില്ലാ. ബാബാഹാജി എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഉപ്പ ബാബാഹാജി, അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദ്. അതൊക്കെ ഒരു നല്ലൊരു സമീപനമില്ലേ? നാടിൻ്റെ ഒരു നന്മയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്തത്. ഇപ്പോൾ ഇന്നിവിടെ നമ്മൾ എത്ര സലാത്ത് ഇല്ലുന്നു, എത്ര ദുആ ഇവിടെ നടക്കാൻ പോകുന്നു, അതിൻ്റെയൊക്കെ കൂലി അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്കൊക്കെ കിട്ടൂലേ? നമ്മളിവിടെ എന്ന ഒരു പക്ഷപാതിത്വത്തിന്റെ മുഖം കൊണ്ട് കാണാൻ പാടില്ല. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളെ കാക്കണേ അല്ലാ. അതുകൊണ്ട് ഹൃദയത്തിന്റെ അകത്ത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഈമാൻ ഉറപ്പിച്ചു വെച്ചവളാണ്. ഭർത്താവ് പറഞ്ഞു, പെണ്ണേ, നീ ഇസ്ലാം മതം കളഞ്ഞില്ലെങ്കിൽ പിന്നെ എന്റെ ജീവിതം നിനക്ക് ലഭിക്കൂല. വേണ്ട മാലിക്കേ, നിങ്ങളെ എനിക്ക് ഭർത്താവായിട്ട് വേണ്ട മാലിക്കേ. എന്റെ മോന് വാപ്പയില്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിക്കൊള്ളാ എന്ന് പറഞ്ഞിട്ട് ഉമ്മു സലമ ഭർത്താവിനെ പടിയിറക്കിയത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടിയാ. ഭർത്താവ് പടച്ചവനെ വിശ്വസിക്കൂലെന്ന് പറഞ്ഞപ്പോ, നിന്റെ അല്ലാഹുവിനെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോ, ആ പ്രിയപ്പെട്ട ഉമ്മു സലമ എന്നാ പിന്നെ നിങ്ങളെയും എനിക്ക് വേണ്ടെന്ന് പറയാനുള്ള ഒരു മനസ്സ് കാണിച്ചു മോളെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഭർത്താവാണ് എന്ന് കരുതിയിട്ട് പറഞ്ഞു തരുന്ന ഹറാമിയത്ത് നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട. ഞാൻ ഈ 3-4 ദിവസങ്ങൾക്ക് മുമ്പ് എറണാകുളം ജില്ലയുടെ വടുതരയിൽ പ്രസംഗത്തിന് പോയി. അള്ളാഹുവെ, അടുത്ത സമയത്ത് 2 ദിവസം ചേർത്തുകൊണ്ട് പ്രസംഗം നടത്തിയ സ്ഥലമാ. അവിടെ നെറ്റി പൊട്ടിയിട്ട് മുറിവ് വെച്ച് കിട്ടിയ ഒരു പ്രിയപ്പെട്ട സഹോദരി വാത് കേൾക്കാൻ വന്നിരുന്നു. ആ സഹോദരി തന്റെ പ്രിയപ്പെട്ട അനുജന്റെ കൂടെ വാത് കേൾക്കാൻ വന്നതാണ്. അള്ളാഹുവേ, ഒരു നീണ്ടു നിവർന്ന കത്താണ് ആ പ്രിയപ്പെട്ട പെങ്ങള് അനുജന്റെ കയ്യിൽ എനിക്ക് തരാൻ വേണ്ടി എഴുതി കൊടുത്തയച്ചത്. അതിന്റെ അകത്ത് എഴുതിയിരിക്കുന്നതെന്തെന്നറിയോ? ന്യൂ ജനറേഷന്റെ ആ വല്ലാത്ത വെപ്രാളത്തിൽ ജീവിക്കുന്ന ഭർത്താവ്, ആ പ്രിയപ്പെട്ട ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ മൊബൈലിനകത്ത് തന്റെ ഭാര്യയോടത്തുള്ള ടിക്ടോക്ക് പ്രക്ഷേപണം നടത്തുമ്പോ, തന്റെ ഭാര്യയോടത്ത് ടിക്ടോക്ക് അങ്ങോട്ട് ഇങ്ങനെ പാസ് ചെയ്യുമ്പോ
തന്റെ ഭാര്യയോടൊത്ത് പാട്ടുപാടിയ, തന്റെ ഭാര്യയോടൊത്ത് കഥ പറഞ്ഞ, തന്റെ ഭാര്യയോടൊത്ത് മ്യൂസിക് ആസ്വദിച്ച, തന്റെ ഭാര്യയോടൊത്ത് ഡാൻസ് കളിച്ച ആ വീഡിയോസ് ഇങ്ങനെ ടിക്ടോക്കിലൂടെ പോസ്റ്റ് ചെയ്യുമ്പോ കൂട്ടുകാര് പറഞ്ഞേടാ, നിന്റെ പെണ്ണു മാത്രമെന്തേ തങ്ങൾ കുടുംബമായി പോയോ, നിന്റെ ഭാര്യ മാത്രമെന്തേ മുസ്ലിയാരിച്ചിയായി പോയോ, നിന്റെ ഭാര്യ മാത്രമെന്തേ ഇങ്ങനെയായി പോയോ, ഞങ്ങളൊക്കെ ആഘോഷിക്കുന്നവരല്ലേ, ഭാര്യ എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യയെ പോലെയാകണമടാ എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരന്മാര് അവര് ഭാര്യമാരോടൊത്ത് അല്ലാ പള്ളയും മാറും കുലുക്കി കളിച്ച ടിക്ടോക്കിന്റെ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്തപ്പോ അങ്ങനെ ഭാര്യയെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് കള്ളു കുടിച്ചുകൊണ്ട് വീട്ടിൽ വന്ന ഭർത്താവ് പറയുന്നു, പെണ്ണേ ഈ മൊബൈലിന്റെ വീഡിയോ ഓണാക്കിയിരിക്കുമ്പോ എന്റെ കൂടെ ഈ പാട്ടിന് വേണ്ടി നീ ഒന്ന് നൃത്തം ചെയ്യണം പെണ്ണേ, ഈ മൊബൈലിന്റെ വീഡിയോ ഓണാക്കുമ്പോ എന്റെ കൂടെ ഈ പാട്ടിന് വേണ്ടി നീ ഒന്ന് നൃത്തം ചെയ്യണം പെണ്ണേ. ആ പെണ്ണു പറഞ്ഞു, മആദല്ലാ, അല്ലാഹുവിന്റെ റസൂലിനെ തന്നെയാണ് സത്യം, ഒരിക്കലും നിങ്ങൾ ഈ പറയുന്ന വൃത്തികേടിന് ഞാൻ കൂട്ടു നിൽക്കൂല. ഞാൻ നിങ്ങളോടൊപ്പം മൊബൈലിന്റെ ക്യാമറയിൽ ഡാൻസ് കളിച്ചാൽ എത്ര ആയിരക്കണക്കിന് ചെറുപ്പക്കാരാണ് കാണുന്നതെന്നറിയോ. ഞാനിടുന്ന തട്ടമുണ്ടല്ലോ അത് ജനങ്ങളെ പറ്റിക്കാനുള്ളതല്ല, ഞാൻ ധരിക്കുന്ന പർദ്ദയുണ്ടല്ലോ അത് ജനങ്ങളെ സോപ്പിടാനുള്ളതല്ല. ഞാൻ നിസ്കരിക്കുന്ന നിസ്കാരം അല്ലാഹു സ്വീകരിക്കണമെന്ന് കൊതിക്കുന്നവളാണ്. ഞാൻ ഖുർആൻ ഓതിയിട്ട് കിടക്കുന്നവളാ, തബാറക്കല്ലരെ ഓതിയിട്ട് കിടക്കുന്നവളാ. എനിക്ക് ടിക്ടോക്ക് വേണ്ടയിക്കാ, എനിക്ക് നിങ്ങളോടൊത്ത് സ്വർഗത്തിൽ കഴിയാൻ കൊതിക്കുന്നവളാണ്. എനിക്ക് ദുനിയാവിലെ സ്വർഗം വേണ്ട, എനിക്ക് ദുനിയാവിലെ ഡാൻസ് വേണ്ട, എനിക്ക് ദുനിയാവിലെ ആഡംബരം വേണ്ടെന്ന് പറഞ്ഞപ്പോ കള്ളുകുടിച്ച് ലക്കില്ലാതിരുന്ന ഭർത്താവ് മുടിക്കുത്തിന് പിടിച്ചിട്ട് ചെവരിലിടിച്ചതാണ്. അല്ലാ, ആ നെറ്റി പൊട്ടി രക്തമൊഴുകി സ്റ്റിച്ചിട്ട് വെച്ച് കെട്ടിയിട്ട് വടുതലയിലെ പ്രഭാഷണത്തിന് വന്ന പ്രിയപ്പെട്ട സഹോദരി കണ്ണീരോടെ ദുആ ചെയ്യാൻ പറഞ്ഞു വിട്ടെങ്കില് അല്ലാഹുവേ ആ പ്രിയപ്പെട്ടവൾക്ക് ഈമാനെ കാത്തു സൂക്ഷിക്കാനുള്ള കരുത്ത് കൊടുക്കണേ അല്ലാ. ഭർത്താവാകട്ടെ, വാപ്പയാകട്ടെ, ഉമ്മയാകട്ടെ, കൂട്ടുകാരാകട്ടെ, കൂട്ടുകാരികളാകട്ടെ, ആരോ ആവട്ടെ, ആധുനിക കാലഘട്ടത്തിലെ സോഷ്യൽ മീഡിയ നിന്നെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്ന എന്തൊക്കെ വൃത്തികേടുകളാവട്ടെ, ഞാൻ വരൂല അല്ലാ, ഞാൻ വരൂല അല്ലാ എന്ന് പറഞ്ഞിട്ട് വൃത്തിയോടെ ഈമാൻ ഉറയ്ക്കുന്ന ഹൃദയത്തോടെ മാറിപ്പോകാൻ നിനക്ക് കഴിഞ്ഞാൽ അവർ ഫിർദൗസ് സ്വന്തമാക്കുന്നവരാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ. നമ്മുടെ ഈമാൻ ആരുടെ മുന്നിലും അടിയറോ പറയാൻ പാടില്ല. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ സ്വർഗത്തിൽ കാല് വെച്ച് ആദ്യം കടക്കാനുണ്ടായ കാരണത്തിന്റെ രണ്ടാമത്തെ കാരണം, ആദ്യത്തെ ഭർത്താവ് ഉമ്മു സലമ മുസ്ലിമായപ്പോ പോയല്ലോ, പോകുമ്പോ ഒരു കുഞ്ഞുണ്ടായിരുന്നു കയ്യിൽ, യതീമാണ്, നോക്കാൻ ആളില്ല, ഉമ്മു സലമ മാത്രമേ ഉള്ളൂ. അനസ് എന്നായിരുന്നു ആ കുഞ്ഞിന്റെ പേര്. ഒരു ദിവസം മദീനത്ത് എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മാനങ്ങൾ സ്വീകരിക്കുന്നു എന്ന മെസ്സേജ് കിട്ടിയപ്പോ എല്ലാവരും മദീനത്തേക്ക് സമ്മാനങ്ങൾ കൊണ്ട് കൊടുക്കാണ്. നബി തങ്ങൾ വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് തട്ടം കൊണ്ട് കൊടുക്കുന്നവര്, കമീസ് കൊടുക്കുന്നവര്, കാരക്ക കൊടുക്കുന്നവര്, പത്തിരി കൊടുക്കുന്നവര്, ഇറച്ചി കൊടുക്കുന്നവര്, അങ്ങനെ അത്തർ കൊടുക്കുന്നവർ, അങ്ങനെ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്മാനം കൊടുക്കാണ്. ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട അനസ് എന്ന് പറയുന്ന യതീമായ മോന്റെ കൈ പിടിച്ചിട്ട് മദീനയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കാലെടുത്തു വെക്കാൻ അല്ലാഹു ഭാഗ്യം കൊടുത്തത് വെറുതെയല്ല പൊന്നുമോളെ. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് മുത്തുനബിക്ക് മുമ്പ് എനിക്ക് കിടക്കണമെന്ന് പറഞ്ഞാൽ അല്ലാഹു ആ അവകാശം പോലും അനുവദിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞത് വെറുതെയല്ല ചെറുപ്പക്കാരാ. മദീനത്ത് കടന്നു വരുമ്പോ എല്ലാരും അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ഓരോ സമ്മാനങ്ങൾ കൊടുത്തു പോവുകയാണ്. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ആരാണ് ആ വാതിലിന്റെ മറവിൽ നിൽക്കുന്നത്? ഇനി ഒരാൾ കൂടി സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വാതിലിന്റെ മറവിൽ നിന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്
അല്ലാഹുവിന്റെ റസൂലേ, ഇവരെല്ലാം അങ്ങേക്ക് തന്ന സമ്മാനം പോലെയല്ല, ഒരു വ്യത്യസ്തമായ സമ്മാനമാണ് ഞാൻ തരുന്നത് നബിയേ, ഞാൻ തരുന്നത് നബിയേ, ഒരു വ്യത്യസ്തമായ സമ്മാനമാണ് ഞാൻ തരുന്നത് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, കാരക്ക പോലെയല്ല, പാല് പോലെയല്ല, തട്ടം പോലെയല്ല, കമീസ് പോലെയല്ല, അത്തർ പോലെയല്ല, പിന്നെ എന്താണ് ഉമ്മു സലമ എനിക്ക് കൊണ്ടുവന്ന സമ്മാനമെന്ന് ചോദിക്കുമ്പോ ആ ഉമ്മു സലമയുടെ വിരൽ തുമ്പ് പിടിച്ചു നിൽക്കുന്ന അനസ് റളിയല്ലാഹു അൻഹു എന്ന കൊച്ചുകുട്ടിയെ ആരംഭ റസൂലിന്റെ മുമ്പിലേക്ക് നീക്കി വെച്ചു കൊടുത്തിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇവനെന്റെ പ്രതീക്ഷയാണ്, വാപ്പയില്ലാത്ത മോനാണ്, ഞാൻ മുസ്ലിമായതുകൊണ്ട് വാപ്പ കളഞ്ഞിട്ട് പോയി, ശാമിൽ വെച്ചു മരിച്ചുപോയി നബിയേ. അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ജീവിതത്തിൽ ഇനി ഉള്ളത് എന്റെ അനസ് മാത്രമാണ് നബിയേ. ഇവൻ വളർന്നു വരണം, ഇവൻ എന്നെ സംരക്ഷിക്കണം, എനിക്ക് വീട് വെച്ച് തരണം, ഉമ്മായ പൊന്നുപോലെ നോക്കണം, അതൊക്കെ എന്റെ കൊതിയാണ് നബിയേ. പക്ഷേ ഈ പൊന്നുമോനെ ഞാൻ അങ്ങേക്ക് തരുന്നു റസൂലേ. എന്റെ കയ്യിൽ ഊരിത്തരാൻ വളകളില്ല, എന്റെ കയ്യിൽ അഴിച്ചു തരാൻ ആഭരണങ്ങളില്ല, എന്റെ കയ്യിൽ പറിച്ചുകൊണ്ട് തരാൻ ഈത്തപ്പഴം പറിക്കാൻ തോട്ടങ്ങളില്ല. അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് തരാൻ ഒന്നുമില്ല നബിയേ, ഒന്നുമില്ല നബിയേ. അതുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ പ്രതീക്ഷയായ എന്റെ പൊന്നുമോൻ അനസിനെ ഞാൻ അങ്ങയുടെ ഖാദിമാക്കി തരുന്നു നബിയേ. എന്റെ പേരാശയിൽ വന്ന പൊന്നുമോളെ, നിനക്ക് ആലോചിക്കാൻ പറ്റുമോ? നിനക്ക് ചിന്തിക്കുവാൻ പറ്റുമോ? അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തിൽ കാലൊച്ച കേട്ടത് വെറുതെയല്ല മോളെ. ജീവന്റെ തുടിപ്പായ തങ്കക്കുടത്തെ ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ, അത് പൊന്നുമോനാണ്. ആ തങ്കക്കുടത്തെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വിട്ടുകൊടുക്കുകയാണ്. എനിക്ക് വേണ്ട നബിയേ, അങ്ങയുടെ ഖാദിമായി അങ്ങ് കൊണ്ടു നടക്കണം നബിയേ. അല്ലാഹുവിന്റെ റസൂലിന് പടച്ചതമ്പുരാന് മക്കളെ കൊടുപ്പ എത്ര ഉമ്മമാര് പേരുതയിലുണ്ട്, എത്ര പേര് സുല്ലയിലുണ്ട്. അല്ലാഹുവിന്റെ ദീനിന്റെ ഖാദിമീങ്ങളാക്കി മക്കളെ മാറ്റുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്. മുത്തഅല്ലിം, ഒരു മുത്തഅല്ലിമുണ്ടോ? റസൂലുള്ളാഹിക്ക് കച്ചവടം ചെയ്യണ്ട ഒരു മുത്തഅല്ലിം. എന്റെ വീട്ടിൽ ഒരു മുത്തഅല്ലിം, ദറസിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഹിഫ്ദിൽ പഠിക്കുന്ന ഒരു മോനുണ്ട് എന്ന് ഉറപ്പുള്ളവരൊന്ന് കൈപൊക്കി. എത്ര പേരുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. ഒന്നോ രണ്ടോ ആളെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹ് രക്ഷപ്പെട്ടു. ഒരു മനുഷ്യനുണ്ടോ? 1, 2, 3, 4. ശരി, ഇപ്പോൾ പറയണുള്ള ഉറങ്ങിപ്പോയാ. ഒരു 10-12 പേര് കൈപൊക്കി. മാഷാ അല്ലാഹ്. സുല്യക്കൊരു നാണക്കേട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ പൊക്കിയതായിരിക്കും. എന്തായാലും അള്ളാഹു നിങ്ങളുടെ മക്കളെ ആലിമും ഹാഫിളുമാക്കട്ടെ. ഇതൊരു 10-20 വർഷം മുമ്പാണ് പൊക്കിയതെങ്കിലോ, ചോദിച്ചതെങ്കിലോ, ഒരു 90% ആളുകളും ഇങ്ങനെ പൊക്കും. നിസാമുദ്ദീൻ ബാക്കവി വാപ്പ, എൻ്റെ വാപ്പ, ഇവിടെ ഇരിക്കുന്ന ഉസ്താദന്മാരൊക്കെ പ്രിയപ്പെട്ട ഉപ്പമാരിങ്ങനെ പൊക്കും. ഞങ്ങളുണ്ട് ഉസ്താദെ, ഞങ്ങളുണ്ട്, ഞങ്ങളുടെ മോനെ ദറസിലാക്കിയെന്ന് പറയും. ഇന്ന് മുസ്ലിയാക്കന്മാരെ അങ്ങനെ അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല അല്ലേ? പ്രത്യേകിച്ച് തട്ടമിട്ട മുസ്ലിയാക്കന്മാരെ കാണുമ്പോൾ പൈസ തിന്നാൻ വേണ്ടി പറഞ്ഞവരാണെന്നൊരു ധാരണയുണ്ട്. അതുകൊണ്ട് മുസ്ലിയാക്കന്മാരെ കുറിച്ച് സോഷ്യൽ മീഡിയയിലേക്ക് ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ മോനിന് എന്തായാലും മെയിലിയാരാക്കണ്ട, മെയിലിയാരെന്ന് വരെ മെയിലിയാരാക്കണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്കിയാൽ മതി. അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ടുണ്ടല്ലോ മനസ്സിന് നല്ല റാഹത്താണ്. ഇൽമു കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചവർക്ക് മനസ്സിന് വല്ല സമാധാനമാണ് അള്ളാഹു കൊടുക്കുക. അബ്ദുൽ ജബ്ബാർ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് മതിയാവോ? ഞാൻ ഇന്നലെ മഅദനി ഉസ്താദിനെ കാണാൻ പോയപ്പോൾ മഅദനി ഉസ്താദ് എന്നോട് പറഞ്ഞെന്തെന്നറിയോ? ഞാൻ ബാംഗ്ലൂർ വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിലെ നഷ്ടങ്ങളിൽ ഒന്ന്, എനിക്ക് അബ്ദുൽ ജബ്ബാർ ഉസ്താദിനെ കുറിച്ച് ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം വിട പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മഹത്വവും അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ വലിപ്പവും ഒക്കെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് എന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മഅദനി പറഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അത്ര വിശാലമായ ഒരു വിജ്ഞാനത്തിൻ്റെ പ്രതിഭാശാലിയായിരുന്നല്ലോ അബ്ദുൽ ജബ്ബാർ ഉസ്താദ്. നമ്മുടെ മക്കളെ നിങ്ങൾ പറയും നൗഷാദ് ഉസ്താദ് അബ്ദുൽ ജബ്ബാർ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞു, ഓ ലൈക്ക് കമന്റ് അങ്ങോട്ട് ഭയങ്കര സെറ്റപ്പ്. നിന്റെ മോനെ ഒരു മുത്തഅല്ലിം ആക്കിയിട്ട് ലൈക്ക് അടിച്ചാൽ മതി. നീ അങ്ങനെ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞെന്ന് പറഞ്ഞ വലിയ ആവേശം മംഗലാപുരത്താർ എന്നോട് കാണിക്കണ്ട. ഉസ്താദ് ഭയങ്കര സ്നേഹം, അബ്ദുൽ ജബ്ബാർ ഉസ്താദിനെ പോയി കണ്ടു, സിയാറത്തിന് വന്നു, ഭയങ്കര സംഭവം. അത് പറയണവൻ്റെ വീട്ടിൽ ഒരു മുത്തഅല്ലിം ഉണ്ടെങ്കിൽ ഓക്കെ, ഞാൻ അംഗീകരിച്ചു. നിങ്ങൾ വെറുതെ കുറെ ഉസ്താദുമാരുടെ മദ്ഹ് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ വീട്ടിൽ ഇൽമു പഠിക്കുന്ന, ഖുർആൻ പഠിക്കുന്ന ഒരാളുണ്ടാവട്ടെ. എന്തൊരു ബറക്കത്താണ്. ഇത്രയും ആൾക്കാർ ഇവിടെ ഇരിക്കുമ്പോൾ ഈ ഷാളും ആ തലയെക്കെട്ടും ഈ തലയെക്കെട്ടും ഒക്കെ കാണുമ്പോൾ ഒരു പ്രത്യേകതയല്ലേ?
ഒരു പ്രത്യേകതയില്ല. ഇൽമിൻ്റെ തലയെക്കെട്ട്, ഇബ്രാഹിമിൻ്റെ തലയെക്കെട്ട് അത് ബിസിനസ്സിൻ്റെ തലയെക്കെട്ടാ കർച്ചീപ്പ്. അത് ഇൽമിൻ്റെ കർച്ചീപ്പല്ല. ഖത്തർ കുറഞ്ഞ് കൊണ്ടുവന്നു നാട്ടിൽ. ഇനി കുറച്ചുകൂടെ ഉള്ളവിടെ ഏകദേശം കുറേ ഖത്തറൊക്കെ എഴുതി നാട്ടിൽ കൊണ്ടുവന്നു. ഇനി കുറച്ചേ അവിടെ ബാക്കിയുള്ളൂ. അത് മോളെ കെട്ടിക്കുമ്പോൾ അതും പോയി കൊണ്ടുവരും. അപ്പോൾ ഇരിക്കണമൊക്കെ ആലിമീങ്ങളെ കാണുമ്പോൾ ഒരു പ്രത്യേക ഐശ്വര്യവും പറക്കത്തും ഇല്ലേ. നമ്മൾ ബസ്സിൽ ഭയങ്കര തിരക്കുള്ള ബസ്സിൽ യാത്ര ചെയ്യാണ്. അപ്പോൾ ഒരു മുത്തലിമ് വന്നാൽ പ്രായം ചെന്ന ഉപ്പയാണെങ്കിലും പറയും, മോനെ ഇവിടെ ഇരിക്കടാന്ന് പറയും. അറിയാതെ നമ്മൾ എഴുന്നേറ്റിട്ട് ഇരിക്കും. ഇനി നിങ്ങൾ എന്നെക്കുറിച്ച് എന്തൊക്കെ പറയട്ടെ, വസാദ്, ഈബത്ത്, അങ്ങനെ നിങ്ങളെ കൊണ്ട് പറയാൻ പറ്റുന്ന എന്തൊക്കെ അതൊക്കെ പറയും. എന്നാലും കാണുമ്പോൾ അസ്സലാമു അലൈക്കും സുഖം തന്നെ അൽഹംദുലില്ലാഹ് റാഹത്തില്ല എന്ന് അറിയാതെ ചോദിച്ചു പോകുന്നത് എന്താണെന്നറിയോ? മജ്ലിസിൻ്റെ ഒരു ബർക്കത്താണ്. ആ ഒരു ബർക്കത്ത് നമ്മുടെ മക്കൾക്ക് വേണ്ടി. നമുക്കൊരു 4, 5, 6, 10 മക്കളെ അല്ലാതെ തന്ന ഒരെണ്ണത്തിന് മുത്തലിമാക്കുമ്പോൾ വാപ്പ പറയണം എന്താണെന്നറിയോ? അവൻ പഠിക്കാൻ പോയിട്ട് രക്ഷയില്ല, അവന് ഇച്ചിരി ബുദ്ധി കുറവാ, ഒരെണ്ണം മയ്യത്ത് കുളിപ്പിക്കാതിരിക്കട്ടെ, അവിടെ കിടക്കട്ടെ. മയ്യത്ത് കുളിപ്പിക്കാൻ ഒരെണ്ണം കിടക്കട്ടെ. ഉമ്മ പറയാം, അത് തന്നെ ഉസ്താദന്മാർ പ്രസംഗിക്കുമ്പോൾ എന്നിങ്ങനെ പറയണേക്കെ, ഒരുത്തനെങ്കിലും നമ്മുടെ സന്തൂക്ക് പിടിക്കാൻ വേണ്ടേ, അത് കിടക്കട്ടെ. അങ്ങനെ കിട്ടിയാൽ അതിൻ്റെ ബർക്കത്തും കൂലിയൊന്നും നിനക്ക് കിട്ടൂല. ഒരു യഥാർത്ഥ മുതഅല്ലിമ, ഇൽമു പഠിക്കുന്നവൻ, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഇൽമു പഠിക്കുന്നവൻ, ഒരുപാട് കബറാളികളെ അടക്കിയിരിക്കുന്ന ഖബർസ്ഥാനിലൂടെ നടന്നുപോയാൽ ആ മുതഅല്ലിമിന്റെ ചുവട്ടടിയുടെ ബറക്കത്ത് കൊണ്ട് നടന്നു പോകുന്ന പരിസരത്തുള്ള 40 ഖബറിന്റെ അദാബുകളെ അല്ലാഹു മാറ്റിക്കൊടുക്കുമെന്നാ. എന്തേ നമുക്ക് കൊതി വരാത്തത്? ദുനിയാവ് മാത്രം നമ്മൾ പഠിച്ചാ മതിയോ? അനസ് റളിയല്ലാഹു അൻഹു ഒറ്റ മോനെ ഉള്ളു ഉമ്മു സലമാക്ക്, നബിയേ എന്റെ മോന്റെ കൈ കൊണ്ട് വെള്ളം കുടിക്കണമെന്ന് കൊതിയുണ്ട്, പക്ഷേ വേണ്ട. എന്റെ മോൻ ജോലി ചെയ്ത് എനിക്ക് എന്തെങ്കിലും കൊണ്ടുതരണമെന്ന് ആഗ്രഹമുണ്ട്, വേണ്ട. എന്റെ പൊന്നുമോനെ നബിയേ അങ്ങയുടെ അടുത്ത് നിർത്തിക്കോ റസൂലേ. അനസ് റളിയല്ലാഹു അൻഹു പിന്നീട് മരണപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി കുറെ കാലം കഴിഞ്ഞിട്ടാണ് അനസ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. അനസ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്ന സമയത്ത് തന്റെ അനുയായികളെ ചുറ്റും വന്ന് നിൽക്കുമ്പോൾ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു തന്റെ വലത്തെ കൈകൊണ്ട് കവളത്തിങ്ങനെ തൊട്ടിട്ടിങ്ങനെ മണപ്പിക്കുകയാണ്. എന്താണതെന്ന് ചോദിച്ചപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്കെന്റെ ഉമ്മ തന്ന ഭാഗ്യമാണ്, എനിക്കെന്റെ ഉമ്മ തന്ന ഭാഗ്യമാണ്, എനിക്കെന്റെ ഉമ്മ തന്ന ഭാഗ്യമാണ്. ഞാൻ കവിളത്ത് തൊട്ടതെന്തെന്നറിയോ? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് യാ ബുനയ്യ യാ ബുനയ്യ യാ ബുനയ്യ എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്റെ കവിളത്തേക്ക് കൈകൊണ്ട് തടവിയതിന്റെ സുഗന്ധമുണ്ടല്ലോ, എത്ര വർഷം കഴിഞ്ഞോ ഇന്നും പോയിട്ടില്ല. മന്ദസ്മിതമായി മധുമുടി തീർത്തൊരു പൂവേ മഹ്മൂദേ, മാണിക്യം മരതകം നാണിക്കുന്നുള്ളൊരു ചേലേ പനിനീരേ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ കവളത്ത് തൊട്ടതാണ്. ഞാനിപ്പോ മരിക്കുമ്പോ എന്റെ മുത്തുനബിയുടെ സുഗന്ധം ഞാൻ ആസ്വദിക്കുന്നു എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്. കുറച്ചെങ്കിലും ഒരു മുസ്ലിയാരാക്കിയില്ലെങ്കിലും കുറച്ചെങ്കിലും സഹോദരിമാർക്കും ഇന്ന് മുസ്ലിയാക്കന്മാര് കല്യാണാലോചന കൊണ്ടുവന്ന ഇഷ്ടമല്ല. ആര്യവാടം മോക്ക് ആലോചന വന്നിട്ട് എന്തായി? ഓ അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ചെറുക്കന് ഒരു മയ്യത്തിൻ്റെ മണം എന്നാ പറയണത്. മുസ്ലിയാക്കന്മാർക്കൊക്കെ മയ്യത്തിൻ്റെ മണമാണ്. അത്ര പുരട്ടണോണ്ട് തോന്നണതാ. എല്ലാവരെയും അതിൽ കുളിപ്പിച്ച് എന്നെ കിടത്തി കൊണ്ടുപോകും. പേടിക്കണ്ട കേട്ടാ. നമ്മളതിന് മുമ്പേ എത്തി മണക്കണമെന്ന്. എൻ്റെ ഈ ഷാള് മണപ്പിക്കുമ്പോൾ എന്താണ് കഫൻ തുണിയുടെ മണ, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മണപ്പിക്കണം. എന്നാലല്ലേ നമുക്കതൊക്കെ ഓർമ്മ വരുള്ളൂ. ഇതുപോലെ പൊതിഞ്ഞ് കിടത്തേണ്ടതാണ് റബ്ബെന്ന് തോന്നൂലേ? അതാണ് പ്രശ്നം. അത് മാത്രമല്ല, ഈ അത്ര പുരട്ടുന്ന അത്ര ചെറിയ കാര്യമൊന്നുമല്ല. മൻ തോബ റീഉഹു സാദ അഖ്ലുഹു വസാല അമ്മുഹു എന്നാണ്. സുഗന്ധം പുരട്ടിയാൽ ബുദ്ധി കൂടും, പിന്നെ ദുഃഖം മാറും എന്നാണ്. ദുഃഖം മാറും. എന്തായാലും ദുഃഖം വന്നാൽ കുറച്ച് അത്ര എടുത്തോണ്ട് പുരട്ടിയാൽ മതി, റാഹത്താവും. ഒരു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഹദീസ് മറന്നുപോയാൽ പോക്കറ്റിൽ നിന്ന് അത്ര എടുക്കുക, തുടക്കി അങ്ങനെ കൊടുത്ത് വെച്ചാൽ പെട്ടെന്ന് അത് ഓർമ്മ വരും. സാദ അഖ്ലുഹു, ബുദ്ധി കൂടും. മുത്തഅല്ലിമീങ്ങൾ ചെറുതിലെ അത് ഉപയോഗിക്കുന്നത് ഇൽമു പഠിക്കുമ്പോൾ ഓർമ്മശക്തി കിട്ടാനാണ്, അല്ലാതെ ഭക്ഷണം കഴിക്കാൻ പോണ വീട്ടിലെല്ലാവർക്കും മണം ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല. മയ്യത്തിന്റെ പുറത്ത് അത്ര പുരട്ടാൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ?
മയ്യത്ത് ഇങ്ങനെ ഖബറിലേക്ക് പോകുമ്പോൾ ഒരു മണം വരട്ടെ എന്ന് കരുതിയിട്ട് മാത്രമല്ല, ആ മയ്യത്തിൻ്റെ പുറത്ത് അത്തറ് പുരട്ടുമ്പോൾ ആ മയ്യത്ത് കാരണം വിലപിക്കുന്നവരുടെ മനസ്സിന് കുറച്ച് ദുഃഖം മാറിക്കോട്ടെ എന്ന് കരുതിയിട്ട്. ഞാനിപ്പോൾ ഉംറ കഴിഞ്ഞ് എൻ്റെ മോൻ്റെ മയ്യത്ത് കാണാൻ വേണ്ടി അവിടെ നിന്ന് 2 വർഷം മുമ്പ് എൻ്റെ മോൻ മരിച്ചല്ലോ. അപ്പോൾ ആ മോൻ്റെ മയ്യത്ത് കാണാൻ വേണ്ടി വരുമ്പോൾ മോൻ്റെ നെറ്റിയിലേക്ക് മുത്തം കൊടുക്കുമ്പോൾ എനിക്ക് ആദ്യം വരേണ്ടത് ഒരു സുഗന്ധമല്ലേ. അപ്പോൾ കുറച്ച് ദുഃഖം മാറിക്കോട്ടെ എന്ന് അള്ളാഹു തീരുമാനിക്കുന്നതാണ്. അത്രയൊക്കെ സുഗന്ധം കൊണ്ട് മാറാൻ പറ്റുന്നത് മാറിക്കോട്ടെ എന്ന് തീരുമാനിക്കുകയാണ്. സാധാരണ ഈ സുല്ലിയിലും മംഗലാപുരത്തുള്ള സ്വഭാവം ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. ഒരു മണിക്കൂർ കഴിയുമ്പോൾ എഴുന്നേൽക്കുന്ന ഒരു സ്വഭാവമുണ്ട്. സ്വർഗത്തിൽ കാലച്ച് കേൾക്കുന്ന ഒരു പുരുഷൻ്റെ കഥ പറയാനുണ്ട്, അത് മറന്നുകൊണ്ട. അപ്പോൾ ആ സ്വഭാവം പരമാവധി ഇന്നത്തേക്ക് നിങ്ങൾ ഒഴിവാക്കണം എന്ന് ഓർമ്മപ്പെടുത്താണ്. തണുപ്പുണ്ട്, സംഭവം ശരിയാണ്. അതുകൊണ്ട് ഇന്ന് ഉനൈസ് ഒരുപാട് പ്രാവശ്യം ചോദിച്ചു, ഉസ്താദെ തൊണ്ട അടയ്ക്കും, ഓപ്പൺ സ്റ്റേജ് മാറ്റി മുകളിൽ കെട്ടണോ? ഞാൻ പറഞ്ഞു വേണ്ട, കാരണം ഇത്രയും ആളുകൾ തണുപ്പത്തിരിക്കുമ്പോൾ ഇനി എനിക്ക് മാത്രം ഇനി പ്രത്യേകിച്ച് അത് കെട്ടി എന്ന് പറഞ്ഞിട്ട് നാളെ ഇനി അതൊരു വിവാദമാക്കി വാട്സപ്പിൽ വരേണ്ട. അതുകൊണ്ട് ഞാനും മഞ്ഞ് കൊണ്ടോളാം, തൊണ്ട അടച്ചാലും പ്രശ്നമില്ല, അവരിരുന്നോട്ടെ, ഞാനും മഞ്ഞ് കൊണ്ടോളാം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് ദയവ് ചെയ്ത് 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇരുന്നോളി. നിസാമുദ്ദീൻ ബാഗവി കുറച്ച് കഴിയുമ്പോൾ പോകും, ബസ് ബുക്ക് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ കുറച്ച് നേരം ഇരുന്നാലും ഇൻഷാ അല്ലാഹ് സന്തോഷമായിട്ട് നമുക്ക് പറഞ്ഞു ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. പിന്നെ ചില ആളുകൾ പറയും, ഉസ്താദേ എൻ്റെ മോനെ പഠിച്ചാലൊന്നും ഓർമ്മ നിൽക്കൂല. ഓർമ്മശക്തി നിൽക്കാൻ വേണ്ടി 2 മരുന്ന് ഞാൻ പറഞ്ഞുതരാം. ഓർമ്മശക്തി അതിപ്പോൾ മദ്രസ പഠിത്തം മാത്രമല്ല, ദർസ് പഠിത്തം മാത്രമല്ല. നിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് പരീക്ഷ വരുന്ന സമയമാണ്, മക്കൾ പഠിക്കാനുള്ള പരീക്ഷയുടെ സമയമാണ്. അല്ലാഹുവേ, എവിടെ ചെന്നാലും ഉസ്താദേ SSLC ആണ് ദുആ ചെയ്യണേ, +2 ആണ് ദുആ ചെയ്യണേ, ഡിഗ്രി ആണ് ദുആ ചെയ്യണേ, പരീക്ഷ വരികയാണ്. എത്രയോ സഹോദരങ്ങൾ അൽ ജവാബിലെ ജയ്ഹിന്ദ് ചാനലിലെ പ്രോഗ്രാമിലേക്ക് കത്തെഴുതുന്നു, എന്റെ മോൾക്ക് ഓർമ്മക്കുറവാ, എന്റെ മോന് പഠിച്ചതൊന്നും മനസ്സിൽ നിൽക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, MFIP ലൈവിലൂടെ എല്ലാ ദിവസവും ഈ വിനീതന്റെ പ്രഭാഷണം കണ്ടും കേട്ടും അല്ലാഹുവിന്റെ പൊരുത്തം കൊതിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട്, നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഓർമ്മശക്തി കിട്ടാൻ വേണ്ടി 2 മരുന്ന് ഞാൻ പറഞ്ഞു തരികയാണ്. മംഗലാപുരത്തെ സുല്ലിയുടെ പെരാജ എന്ന സ്ഥലത്ത് വന്ന് വാത കേട്ട് തിരിച്ചു പോകുമ്പോ നിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ ആ മരുന്നെങ്കിലും ഒരു ഉപകാരത്തിലിരിക്കട്ടെ. നിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഈ 2 മരുന്ന് നീ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയാൽ അവര് പഠിച്ചതൊന്നും മറക്കൂല, അവര് പഠിച്ചതൊന്നും മറക്കൂല. നല്ല ഓർമ്മശക്തി അവർക്ക് കിട്ടുന്നതാണ്. ഞങ്ങളൊക്കെ ദർസിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഉസ്താദുമാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതാ, അന്നു മുതൽ ഞങ്ങളൊക്കെ ശീലിക്കുന്നതാണ്. അല്ലാഹുവേ, ഞങ്ങൾ ഈ പ്രസംഗിച്ച പ്രഭാഷണങ്ങളും മറന്നു പോകാതിരിക്കാൻ, ഞങ്ങൾ പഠിച്ച ആയത്തുകളും മറന്നു പോകാതിരിക്കാൻ, ഞങ്ങൾ പഠിച്ച ഹദീസുകളും മറന്നു പോകാതിരിക്കാൻ, ഈ സരസിന്റെ മുമ്പിൽ വന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ പരീക്ഷയ്ക്ക് പോകുമ്പോ അൽഹംദുലില്ലാഹ് ഉസ്താദ് പറഞ്ഞ 2 മരുന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കിയപ്പോ ഇന്നെനിക്ക് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ എഴുതാൻ പറ്റി. ആലോചിച്ച് സമയം കളയേണ്ടി വന്നില്ല ഉമ്മാ എന്ന് നിങ്ങളുടെ മക്കള് നിങ്ങളുടെ വീട്ടിൽ വന്ന് മറുപടി തരും ഇൻഷാ അല്ലാഹ്. ആ 2 മരുന്ന് ഏതൊക്കെയാണ്? 1, മിസ്വാക്ക് പതിവാക്കുക. സാധാരണ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സമയം നിങ്ങൾ മിസ്വാക്ക് ചെയ്യുക, പല്ല് തേക്കുക. 1, 2, 3, 4 സമയമല്ല. എപ്പോഴൊക്കെ നിങ്ങൾക്ക് മിസ്വാക്ക് ചെയ്യാൻ അവസരം കിട്ടുമോ ആ സമയത്തൊക്കെ നിങ്ങൾ പല്ല് തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മശക്തി കൂടുന്നതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോ മാത്രമല്ല, രാത്രി ഉറങ്ങാ കിടക്കുമ്പോ മാത്രമല്ല, നിസ്കരിക്കാൻ വുളുവെടുക്കുമ്പോ മാത്രമല്ല, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് മാത്രമല്ല, നിങ്ങൾക്ക് മിസ്വാക്ക് ചെയ്യാനും പല്ല് തേക്കാനും അവസരം കിട്ടുന്ന സമയം മുഴുവനും നിങ്ങളത് ചെയ്താൽ നിങ്ങൾക്ക് ഓർമ്മശക്തി കൂടുന്നതാണ്. 2ാമത്തെ മരുന്നെന്തെന്നറിയോ? ളുഹാനിസ്കാരമാണ്. ളുഹാനിസ്കാരമാണ്. മാഷാ അല്ലാഹ്, അനുഗ്രഹങ്ങളുടെ പർദീസയാണ് ളുഹാനിസ്കാരം. ഒരുപാട് നിഅമത്തുകൾ പടച്ചവൻ ളുഹാനിസ്കരിക്കുന്നവർക്ക് കൊടുക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മക്കൾ പരീക്ഷയിൽ പരാജയപ്പെട്ടു തുടങ്ങിയാൽ, ഓർമ്മശക്തി കുറവെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ളുഹാനിസ്കാരം മക്കളെ കൊണ്ട് പതിവാക്കുക. രാവിലെ ഒരു 9 മണി കഴിഞ്ഞത് മുതൽ ളുഹ്ർ നമസ്കാരത്തിനായി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് വരെ നിങ്ങൾക്ക് ആ ളുഹാനിസ്കരിക്കാവുന്നതാണ്. ളുഹാനിസ്കാരം പതിവാക്കുന്നവർക്ക്, മിസ്വാക്ക് പതിവാക്കുന്നവർക്ക് ഒരിക്കലും ഓർമ്മശക്തി നഷ്ടപ്പെടൂല.
അപ്പോ 2 വിദ്യാഭ്യാസവും നമ്മുടെ മക്കൾക്ക് ഇരിക്കട്ടെ, സ്കൂളിലെയും പിന്നെ മദ്രസയുടെയും. ഇവിടെയൊക്കെ മദ്രസ വളരെ സജീവമാണെന്നറിയാം, നശിപ്പിച്ച് കളയരുത്. വലിയ നാടിന് വലിയൊരു നിഅമത്തും അനുഗ്രഹവുമാണ് നമ്മുടെ മക്കളെ ചേർത്ത് പഠിപ്പിക്കുക. ഒരുപാട് സമയം മദ്രസയിൽ നമ്മളെ മക്കൾ പഠിക്കാൻ വേണ്ടി നമ്മൾ അവസരം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ ഇൽമ പഠിക്കുമ്പോൾ കിട്ടുന്ന ഗുണവും മഹത്വവും വളരെ വലുതാണ്. നമ്മുടെ ഇപ്പോൾ ഈ നാട്ടിൽ ഇവിടെയൊക്കെ ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങളുണ്ടല്ലോ. ശബരിമലയിലേക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത് ചെറുപ്പക്കാരാണ്. ഇപ്പോൾ സ്ത്രീകളൊക്കെ പോയി തുടങ്ങി. അതിൽ അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. അതവരുടെ മതത്തിൻ്റെ ആഭ്യന്തര പ്രശ്നമാണ്. അത് ഏത് വിധത്തിലാണോ പരിഹരിക്കേണ്ടത്, പടച്ചറബ് കലാപ കരിശുദ്ധ അന്തരീക്ഷങ്ങൾ മാറ്റി അത് പരിഹരിച്ചു കൊടുക്കട്ടെ എന്ന് സങ്കടത്തോടു കൂടി പ്രാർത്ഥിക്കുകയാണ്. കാരണം നമ്മുടെ നാട് കേരളമാണെങ്കിലും കർണാടകയാണെങ്കിലും സമാധാനത്തോടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ഒക്കെ ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന നാടാണ്. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആർക്കും അത്ര രസമുള്ള കാര്യമല്ല. ഒരു മനുഷ്യത്വമുള്ളവർക്ക് അത്ര സുഖമുള്ള കാര്യമല്ല ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഞങ്ങളൊക്കെ പ്രസംഗിക്കാൻ പോകുന്ന സ്ഥലത്തൊക്കെ ആ സഹോദര്യത്തിൻ്റെ വിഷയങ്ങൾ വൃത്തിയോടെ പറയലുണ്ട്. നമ്മുടെ നാട്ടിലൊരു ചെറിയ ചെക്കനുണ്ട്. ആ ഹിന്ദു മതത്തിൽപ്പെട്ട ആ പ്രിയപ്പെട്ട സഹോദരൻ ഏകദേശമുള്ള എല്ലാ ശ്ലോകങ്ങളും മനപ്പാടാണ്. അത്ര ചെറിയ പ്രായത്തിലൊന്നും ആരും അങ്ങനെ പഠിച്ചിട്ടുണ്ടാവില്ല. കാരണം ഈ ശ്ലോകങ്ങൾ, സംസ്കൃത ശ്ലോകങ്ങളും ഭക്തിഗാനങ്ങളും ഒക്കെ ഈ പ്രായത്തിൽ പഠിക്കാൻ വലിയ പ്രയാസമാണ്. പക്ഷേ ഈ ചെറുക്കിന് അതൊക്കെ അറിയാം. ശരിക്കും അവനിങ്ങനെ പാടുകയും പറയുകയൊക്കെ ചെയ്യും. ഞങ്ങളുടെ നാട്ടിലൊക്കെ അവനിങ്ങനെ എപ്പോഴും കണ്ടാലും അവൻ്റെ കൂട്ടുകാർ പറയുമ്പോൾ പാടും, മദഗജമുഖനേ ഗിരിജാസുധനേ ഗണപതി ഭഗവാനേ അറിയുക നീയൻ അറിവിൻ പതിയേ ഹരനുടെ തിരുമകനേ. ഇതിങ്ങനെ, ഇത് വേറൊന്നുമില്ല, അവരുടെ കുടുംബത്തിൽ അവർ പറയുമ്പോഴാണ് ഇങ്ങനെ കൂടെ ചെല്ലുക. നമുക്ക് ഇന്നിവിടെ കണ്ണൂർ മമ്മാലി പാടിയ മജ്ലിസുന്നൂർ ഇട്ടപ്പോൾ അതിൻ്റെ 2ാമത്തെ വരി ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലും ചെല്ലാൻ ചില ചെറുപ്പക്കാർക്ക് അറിയില്ല. സൊടക്കുമേലെ ഇട്ടിരുന്നെങ്കിൽ പൊക്കി ചാടിയനെ അല്ലേ? സൊടക്കുമേലെയാണ് ഇട്ടിരുന്നതെങ്കിൽ നമ്മൾ ചാടിയനെ. പക്ഷേ ഈ മജ്ലിസുന്നൂറിൻ്റെ ജവാബും ബുറുദയുടെ ജവാബും ഒക്കെ പറയാനും പാടാനും ഒക്കെ നമ്മൾ മറന്നു തുടങ്ങിയിരിക്കുന്നു. സർവശക്തി നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കടന്നു വരുന്നു ഞാൻ ഉമ്മു സലമയിലേക്ക്. അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ മുത്തുനബി തങ്ങളുടെ ചാരത്ത് കൊണ്ടാക്കിയിട്ട് പറഞ്ഞു, നബിയേ എന്റെ മോനെ അവിടുത്തെ ഖാദിമായി തരുന്നു റസൂലേ, അവിടുത്തെ ഖാദിമായി തരുന്നു നബിയേ. ആ പ്രിയപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, അനസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മക്കളെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത ഉപദേശങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാ. 2-3 വരി കൊണ്ട് ചുരുക്കി ഉമ്മു സലമയിലേക്ക് മടങ്ങി വരാ. ഈ പരാജയിൽ വന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതാണ്. ഒന്ന് നബി തങ്ങൾ പറയുന്നു, മക്കളെ യഹ്ഫദില്ലാഹ യഹ്ഫദുക, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ചാൽ അല്ലാഹു നിങ്ങളെ സൂക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. നമ്മുടെ കുഞ്ഞുമക്കൾക്ക്, പെൺമക്കൾക്കും ആ മക്കൾക്കും പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അനസ് റളിയല്ലാഹു അൻഹുവിനെ ഇതൊക്കെ പഠിപ്പിക്കാനാണ് ഉമ്മു സലമ നബി തങ്ങളുടെ അടുത്ത് കൊണ്ടാക്കിയതെങ്കിൽ എന്റെ പരാജയിലെ മക്കളെ പഠിപ്പിക്കാൻ എത്രയോ സ്ഥാപനങ്ങളുണ്ട്. പെൺകുട്ടികൾക്കുണ്ട്, ആൺകുട്ടികൾക്കുണ്ട്. പഠിക്കട്ടെ, നമ്മുടെ മക്കൾ പഠിക്കട്ടെ. യഹ്ഫദില്ലാഹ യഹ്ഫദുക, നിന്നെ അല്ലാഹു സൂക്ഷിക്കണമെങ്കിൽ നീ പടച്ചോനെ സൂക്ഷിക്കുക. ഹറാമ് ചെയ്യാതെ, അനിസ്ലാമികമായ പ്രവൃത്തി ചെയ്യാതെ, അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത ചിന്തകൾ കൊണ്ടുവരാതെ നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹു നിന്നെ സൂക്ഷിക്കുന്നതാണ്. തഅറഫ അലല്ലാഹി ഫിർറഖാ യഅരിഫുക ഫിശ്ശിദ്ദാ, സന്തോഷം വരുമ്പോൾ നീ പടച്ചവനെ മനസ്സിലാക്കിയാൽ സങ്കടം വരുമ്പോൾ അല്ലാഹു നിന്നെ മനസ്സിലാക്കുന്നതാണ്. സന്തോഷം വരുമ്പോൾ നീ പടച്ചോനെ മനസ്സിലാക്കിയാൽ. ഒരു പ്രിയപ്പെട്ട സമസ്തയുടെ അൽബിർ പ്രീ സ്കൂളിൽ പഠിക്കുന്ന ഒരു പ്രിയപ്പെട്ട മോൻ 3.5 വയസ്സ് മുതൽ 5 വയസ്സിനകത്ത് പ്രായം വരുന്നവർ 2 കൊല്ലം കൊണ്ട് പഠിക്കുന്ന സമസ്തയുടെ ചെറിയ മദ്രസയാണ്, ചെറിയ സ്കൂളാണ്, പ്രീ സ്കൂള്. അവിടെ പഠിക്കുന്ന ഒരു പ്രിയപ്പെട്ട പൊന്നുമോൻ സാമ്പാക്കവിക്കൊക്കെ അറിയുന്ന ഈ വിനീതൻ നേതൃത്വം കൊടുക്കുന്ന സ്നേഹസാഗരത്തിലേക്ക് അല്ലാഹുവേ 700 രൂപയുടെ ചില്ലറ പൈസ കൊണ്ടുവരികയാണ്.
700 രൂപ ഇങ്ങനെ കൊണ്ടുവരികയാണ്. ആ പ്രിയപ്പെട്ട മകനും ഉപ്പയുമുണ്ട്. ഞാൻ ചോദിച്ചു, മോനെ ഇതാരുന്ന പൈസയാണ്? ആ മോൻ പറയുന്നു, എനിക്കെന്റെ ബന്ധുക്കൾ മിഠായി വാങ്ങാൻ തന്നതാണ്, എനിക്കെന്റെ പ്രിയപ്പെട്ട ബന്ധുക്കൾ പെരുന്നാളാകുമ്പോ നബിദിനമാകുമ്പോ തരുന്ന പൈസയാണ്, ഞാനൊരു പെട്ടിക്കകത്ത് കൂട്ടി വെച്ചിരുന്നതാണ്. എന്റെ ഉമ്മ പ്രസവിച്ചു ഉസ്താദ്, എനിക്കല്ലാഹു ഒരു കുഞ്ഞു വാവയെ തന്നു, എനിക്കല്ലാഹു ഒരു കുഞ്ഞു വാവയെ തന്നു. എന്റെ മനസ്സിന്റെ സന്തോഷമടക്കാനാകാത്തത് കൊണ്ട് ആ 700 രൂപയും ഞാനിതാ ആരോരുമില്ലാത്ത പാവപ്പെട്ട സ്നേഹസാഗരത്തിലെ രോഗികൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് തരുന്നു ഉസ്താദ്. കണ്ണ് നിറഞ്ഞുപോയി. ഈ ദാഹമുള്ള നമ്മുടെ മക്കളെ എങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കാതിരിക്കുന്നത്? പഠിക്കാൻ കൊതിക്കുന്ന മക്കളെ ടിവിയുടെ മുമ്പിൽ പിടിച്ചിരുത്തല്ല മക്കളെ. ശല്യമാണെന്ന് കരുതി മൊബൈലിന്റെ ഗെയിം ഓണാക്കി കൊടുത്ത് നശിപ്പിക്കല്ലേ മക്കളെ. വല്ലപ്പോഴും ഒക്കെ അവർ ആസ്വദിക്കട്ടെ, കളിക്കട്ടെ, പക്ഷേ പൂർണ്ണ സമയവും അതിനുവേണ്ടി നിങ്ങൾ കൊടുക്കല്ലേ. പിന്നെ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു അനസിനോട്, ഇബ്നു അബ്ബാസിനോട്, സഹാബത്തിന്റെ മക്കളോട്, വഅലം അന്ന നസ്റ മഅസ്സുബ്രി, ക്ഷമിക്കുമ്പോഴാണ് പടച്ചോന്റെ സഹായം വരുന്നത് മക്കളെ. ചെറിയ പ്രായത്തിലെ ആ മക്കൾക്ക് എല്ലാ അർത്ഥത്തിലും അല്ലാഹുവിന്റെ റസൂൽ ശക്തിയുടെ, ക്ഷമയുടെ, സഹനത്തിന്റെ കരുത്ത് പകർന്നു കൊടുക്കുകയാണ്. അല്ലാഹുവേ, കുഞ്ഞുമക്കളോട് നമുക്ക് വല്ലാത്ത സ്നേഹം തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഞാനിന്ന് പ്രിയപ്പെട്ട ഒരു സഹോദരന്റെ വീട്ടിൽ ചെന്നപ്പോ അവിടെ ആയിഷ എന്ന് പറയുന്ന മോളെ കണ്ടു. തലയിൽ തട്ടമിട്ട ഒരു കുഞ്ഞുമോള്, പൊന്നുമോളാണ്. 5 വയസ്സ് പോലും പ്രായമായിട്ടില്ല, ഒരു 3-4 വയസ്സേ ഉള്ളൂ. ഓടി അടുത്ത് വന്ന് സലാം പറഞ്ഞിട്ട് എന്തൊക്കെ വിശേഷമെന്ന് ഞാൻ ചോദിച്ചപ്പോ ഒരു വിശേഷമില്ല ഉസ്താദേ എന്ന് പറഞ്ഞ്, അല്ലാഹുവേ ഞാൻ കുടിച്ച ഇളനീര് വേണമെന്ന് പറഞ്ഞ് അല്പം ഇങ്ങനെ വെച്ചു കൊടുത്ത് കുടിച്ച സുന്ദരി മോള്. ആർക്കും മക്കളെ കണ്ടാൽ ഇഷ്ടം തോന്നിപ്പോകും, ആർക്കും മക്കളോട് വല്ലാത്ത താല്പര്യം തോന്നിപ്പോകും. എന്താണ് കാരണമെന്നറിയോ? അല്ലാഹുവിന്റെ സ്വർഗത്തിൽ മക്കളുള്ളത് കൊണ്ടാണ്. സ്വർഗത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോ ഖിദ്മത്തിനായി കാണാം ചില കുട്ടികൾ, കാശക്ക് കൗതുകമേറും സുന്ദരമുത്തുകൾ. വയതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. അള്ളാന്റെ സ്വർഗത്തിൽ കുഞ്ഞുങ്ങളുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കാനും, നമ്മളെ സ്വീകരിക്കാനും, നമുക്ക് മുത്തം തരാനും, നമുക്ക് വെള്ളം തരാനും, നമുക്ക് ഭക്ഷണം തരാനും, നമുക്ക് കൈകൊട്ടി കളിക്കാനും കുഞ്ഞു മക്കളെ അള്ളാഹു സ്വർഗത്തിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാ മക്കളോടും നമുക്ക് താല്പര്യം തോന്നുന്നത്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറഞ്ഞു, നബിയേ, ഈ പ്രിയപ്പെട്ട അനസിനെ അവിടുന്ന് എടുത്തുകൊള്ളുക നബിയേ. ഇത് 2ാമത്തെ ക്വാളിറ്റി ആണെങ്കിൽ 3ാമത്തെ ക്വാളിറ്റി പറയട്ടെ എന്റെ പേരാജയിലെ പെങ്ങളെ ഉമ്മു സലമ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കടന്നു പോകാൻ 3ാമത്തെ ക്വാളിറ്റി എന്താ? ഭർത്താവില്ലാതെ ജീവിക്കുന്ന ഒരു പെണ്ണല്ലേ. അപ്പൊ ആലോചനകൾ ധാരാളം വന്നു. ഉമ്മു സലമ അത്യാവശ്യം സുന്ദരിയാണ്. ഒരുപാട് ആലോചനകൾ വന്നു. ആലോചനയുടെ കൂട്ടത്തിൽ അബൂ തുൽഹ റളിയല്ലാഹു അൻഹു എന്ന മനുഷ്യൻ ആലോചനയായിട്ട് ചൊല്ലി. അബൂ തുൽഹയ്ക്ക് നല്ല സമ്പത്തുണ്ട്, അതിലേറെ നല്ല സൗന്ദര്യവുമുണ്ട്. ഉമ്മു സലമയുടെ ആലോചന വന്നിട്ട് പറഞ്ഞു, ഉമ്മു സലമ, എൻ്റെ ഭാര്യയായിട്ട് വരാൻ നിനക്ക് താല്പര്യമുണ്ടോ? നീ മാലിക്ക് കളഞ്ഞിട്ട് പോയതിന് ശേഷം പിന്നെ നീ വല്ലാതെ സങ്കടപ്പെട്ട് കഴിഞ്ഞു. ഒരു കുഞ്ഞുണ്ടായിരുന്നത് അള്ളാന്റെ റസൂലിന് കൊണ്ട് കൊടുത്തു. നീ ഒറ്റക്കാണ്, ആരുമില്ല. ഒരു താങ്ങും തണലും തുണയുമായി നിനക്ക് ആരെങ്കിലും വേണ്ടേ? അതുകൊണ്ട് ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണ്. എനിക്ക് വേറെ പെണ്ണുങ്ങളെ ഇവിടെ കിട്ടാത്തത് കൊണ്ടല്ല, പക്ഷെ എനിക്ക് നിന്നോട് ഒരു വല്ലാത്ത താല്പര്യവും ഇഷ്ടവുമാണ്. അതുകൊണ്ട് നീ എന്നെ വേളി കഴിക്കണം, എന്നെ നിക്കാഹ് ചെയ്യിക്കണം എന്ന് അബൂ തുൽഹ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ അന്ന് അബൂ തുൽഹ മുസ്ലിം അല്ലായിരുന്നു. അബൂ തുൽഹ ആരായിരുന്നില്ല? മുസ്ലിം ആയിരുന്നില്ല. അപ്പോ ഈ സഹോദരി പറഞ്ഞു, ഉമ്മു സലമ പറഞ്ഞു, എൻ്റെ ആദ്യ ഭർത്താവിനെ ഞാൻ ഒഴിവാക്കിയത് അദ്ദേഹം മുസ്ലിം അല്ലാത്തത് കൊണ്ടാണ്, അദ്ദേഹം ഇസ്ലാമിലേക്ക് വരണില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഒഴിവാക്കിയതാണ്. അതുകൊണ്ട് തന്നെ എന്നെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ പറ്റുന്ന ഒരുത്തനെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവരൂല, അതുകൊണ്ട് എനിക്ക് കല്യാണത്തിന് സമ്മതമല്ല എന്ന് പറഞ്ഞ് അബൂ തുൽഹ തിരിച്ചു വിട്ടു. തിരിച്ച് ഇറങ്ങിപ്പോയ അബൂ തുൽഹയെ ഉമ്മു സലമ ഒന്നുകൂടി വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് എന്നെ ഭാര്യയായി വേണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ മഹർ ആയിട്ട് നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് വന്നാൽ നിങ്ങളെ ഞാൻ ഭർത്താവായി അംഗീകരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു. എന്തൊരു പ്രഖ്യാപനമാണ്!
നിസ്കാരമില്ലാത്ത ചെറുക്കൻ്റെ ആലോചനയാണ് വാപ്പച്ചി കൊണ്ടുവന്നത് കൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള പെമ്മക്കള് പെരാജയിലുണ്ടോ? വാപ്പ പറയും നിസ്കാരമില്ലെങ്കിലും കുഴപ്പമില്ല മോളെ, ചാക്ക് കണക്കിനാണ് പണം ഇങ്ങനെ കൊലുക്കി ഇടുന്നത് എന്ന് പറഞ്ഞിട്ട് വാപ്പ മോളെ മയക്കൂലേ? ഇന്ന് പെൺകുട്ടികൾക്ക് ആലോചന വരുമ്പോ പെൺകുട്ടികൾ അവൻ ആദ്യം പരിശോധിക്കുന്നത് ന്യൂ ജനറേഷൻ മുടിയുണ്ടോ എന്നാണ്. മുടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജെല്ലൊന്നും അല്ല പുരട്ടുന്നത്, ഇപ്പൊ പുരട്ടുന്നത് സ്വന്തം കൈകൊണ്ട് തന്നെ ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ പുരട്ട, നാക്കുകൊണ്ടൊരു നക്കലാണ്, അത് തന്നെ തലയിൽ പുരട്ടിയിട്ട് ഇങ്ങനെ യോ 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 ഇങ്ങനെ നടക്കുകയാണ്. 80-70 വയസ്സായ ഉപ്പമാര് വരെ ജീൻസും ടീഷർട്ടൊക്കെ ഇട്ടിട്ടാണ് മോന്റെ കല്യാണം ആലോചിക്കാൻ വേണ്ടി പോവാ. ഭയങ്കര സംഭവമാണ് നടക്കുന്നത്. ചെറുപ്പക്കാരുടെ മുഖം കണ്ടാലുണ്ടല്ലോ, അല്ലോ കക്കൂസ് എഴുതുന്ന ബ്രഷ് പോലെ ഇരിക്കും ചില തലകൾ കണ്ട, വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ളവരെയാണ് ആർക്കിഷ്ടം? ഭാര്യമാർക്ക്, പുതിയ പെണ്ണിനിഷ്ടം. പെണ്ണ് കാണാൻ വരുമ്പോൾ അവള് ചോദിക്കും, ഇന്ന് കുളിച്ചായിരുന്നു? ഞാൻ കുളിച്ചു. അയ്യേ, കുളിച്ചെങ്കിൽ എനിക്ക് വേണ്ട, എനിക്ക് കുളിക്കാത്ത ചെറുക്കനെയാണ് ഇഷ്ടം. 3-4 ദിവസം കുളിച്ചില്ലെങ്കിലാണ് ന്യൂ ജനറേഷൻ ആവുക. മുടിയിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല, കുളിക്കാൻ പാടില്ല. പിന്നെ പാൻ്റ് എന്ന് പറഞ്ഞാൽ കണ്ണുള്ള പാൻ്റ്. പണ്ടൊക്കെ കീറിയ പാൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ധരിക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഇന്ന് കടയിൽ പോയിട്ട് 10,000 രൂപ കൊടുത്ത് പാൻറ് വാങ്ങുന്നത് കീറിയ പാൻ്റാണ് വാങ്ങുക. തുളയുണ്ടോ? തുള ഉണ്ടോ? ഓക്കെ, അത് മതി, അതിട്ടുണ്ടാണ് പോവാ. പിന്നെ ചില പേരിട്ടുണ്ട് സുജൂതി പോയാൽ അവൻ്റെ ബേക്കൽ കോട്ട വരെ സുജൂതി പോകുമ്പോൾ വെളിയിൽ കാണും. ആ രീതിയിലാണ് പോവാ. ബേക്കൽ കോട്ട എന്ന് പറഞ്ഞാൽ ബാക്കിലെ ഓട്ട, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ല ബേക്കൽ കോട്ട അല്ല. ഇനി അതിൻ്റെ പേരിൽ വിവാദമാക്കണ്ട. ഇതൊക്കെ കാണും. ഇങ്ങനെയുള്ളവരെയാണ് ഇന്നത്തെ പെൺമക്കൾക്ക് ഇഷ്ടം. അല്ലാതെ ചെറുക്കനുമായിട്ട് പെൺകുട്ടി ഒന്ന് സംസാരിച്ചോട്ടെ എന്ന് പറയുമ്പോൾ അവൻ സംസാരിക്കാൻ ചെന്നു. അപ്പോൾ ചെറുക്കൻ ഇങ്ങനെ നിന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പെണ്ണിനോട് പറഞ്ഞാൽ പെണ്ണ് പറയാം ഇറങ്ങി പോടാ എഴുതാനേത് പറയും. ഇഷ്ടപ്പെടൂല. നിസ്കാരമുള്ളവനെ വേണ്ട, അത്ര പുരട്ടുന്നവനെ വേണ്ട, ദീനുള്ളവരെ വേണ്ട, വൃത്തിയുള്ള താടിയുള്ളവരെ വേണ്ട. വൃത്തിയുള്ള താടി എന്ന് പറഞ്ഞാൽ താടി പല കോലത്തിലുണ്ട്. ഇബ്രാഹിം നബിയും തങ്ങളുടെ താടി കണ്ടിട്ട് ഒരു ജൂതനായ മനുഷ്യൻ ചോദിച്ചു, നിങ്ങളുടെ താടിയാണോ ഏറ്റവും വൃത്തിയുള്ളത്, അതല്ല എൻ്റെ കൂടെ നടക്കുന്ന പട്ടിയുടെ വാലാണോ ഏറ്റവും വൃത്തിയുള്ളതെന്ന് ചോദിച്ചു. കളിയാക്കിയതാ. നമ്മളെടുത്താണ് അങ്ങനെ ചോദിക്കുന്നതെങ്കിൽ രണ്ടാമത് ചോദിക്കുന്നതിന് മുമ്പ് അവൻ നിലത്ത് നിന്ന് പല്ല് നുള്ളി പറക്കി എടുക്കൂലേ, അടിച്ചവൻ്റെ കർണം പൊട്ടിക്കൂലേ നമ്മൾ. അങ്ങനെ കളിയാക്കിയാൽ എല്ലാ മുസ്ലിയാക്കന്മാരും കാസർഗോഡ് അബ്ദുൽ കരീം മുസ്ലിയാരെ പോലെ ആവണമെന്നില്ല. ചിലപ്പോൾ ബൈക്ക് നിർത്തിയിട്ട് മൂക്കാമുണ്ടൊക്കെ തിരിച്ച് ഔട്ടുന്ന മുസ്ലിയാക്കന്മാരുണ്ട്. അതുകൂടെ ഓർമ്മ വേണം ഇനി വെട്ടാൻ പറഞ്ഞവർ. എല്ലാവരും അങ്ങനെയല്ല. അള്ളാഹു താല അബ്ദുൽ കരീം ഉസ്താദിന് എത്രയും പെട്ടെന്ന് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. എന്തൊരു മനുഷ്യനാണ്, ഒന്നും അറിഞ്ഞില്ലല്ലോ, ഒരു തെറ്റും ചെയ്തില്ലല്ലോ, പാവം സാധുവായ മനുഷ്യൻ. അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കട്ടെ. അപ്പോ ഇബ്രാഹിം അധികം തങ്ങൾ പറഞ്ഞു, എന്റെ താടി സ്വർഗത്തിൽ പോകുന്ന താടിയാണെങ്കിൽ നിന്റെ പട്ടിയുടെ വാലിനൊരു വിലയില്ല. അതല്ല, ഞാനൊരു രസത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന താടിയാണെങ്കിൽ ഇതിനേക്കാളും നല്ലത് നിന്റെ പട്ടിയുടെ വാല് തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ മനസ്സിലായോ ഇപ്പൊ സംഭവം എന്താ ഞാൻ പറഞ്ഞതെന്ന്? അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അല്ലാതെ താടി വെച്ചിരിക്കുന്നവരുടെ